കൂടി ആ ഈരടികൾ പാടാം. ആ കർത്താവിനെ കണ്ടുകൊണ്ട്, ആ ജീവിക്കുന്ന പുത്രനായ ക്രിസ്തുവിനെ കണ്ടുകൊണ്ട്, നമ്മോട് കൂടെ ആയിരിക്കുന്ന, ഇപ്പോൾ നമ്മുടെ യാത്രയിലും നിങ്ങൾ ഇപ്പൊ അമേരിക്കയിലും ഇപ്പോൾ ഇന്ത്യയിലും ആയിരിക്കുന്നവരെയൊക്കെ പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും കണ്ടുകൊണ്ട് ഒരിക്കൽ കൂടി നമുക്ക് നൽകിയ സകല അനുഗ്രഹങ്ങളെ ഓർത്ത്, അവന്റെ അനന്തമായ സ്നേഹത്തെ ഓർത്തുകൊണ്ട് നമുക്കൊന്നും കൂടി ആ വൈദ്യുതിയിൽ പാടി നമ്മൾ പാടുന്നു. ദൈവ സ്നേഹം വർണ്ണിച്ചിടാ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോർത്ത എത്ര സ്തുതിച്ചാലും മതി വരുമോ ദൈവ സ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ. ആ ഇടതക്കരം നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ കരങ്ങൾ ഉയർത്താൻ പറ്റിയാൽ നല്ലത്. അല്ലെങ്കിൽ തന്നെ നമ്മുടെ ഉൾക്കണ്ണുകൊണ്ട് തുറന്നു പിടിച്ചുകൊണ്ട് ആ സ്വർഗീയ പിതാവിനെ കണ്ടുകൊണ്ട്, ആ പിതാവിന്റെ സ്നേഹം, അനന്തമായ സ്നേഹം നമ്മളെ മാറോട് ചേർത്ത് പിടിച്ചിരിക്കുന്ന ആ സ്നേഹത്തെ കണ്ടുകൊണ്ട് നമുക്കൊരു നിമിഷവും കൂടി ഒന്ന് വളരെ സാവധാനം സ്തുതിച്ചാൽ മതി. ഉള്ളിന്റെ ഉള്ളിൽ നിങ്ങൾ ഒച്ച ഉണ്ടാക്കിയില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ സ്തുതിപ്പായിരിക്കട്ടെ. സങ്കീർത്തനങ്ങൾ നമ്മൾ എവിടെ നോക്കിയാലും പറയുന്നുണ്ട്, കർത്താവിനെ സ്തുതിക്കുവിൻ, അവൻ എപ്പോഴും. അങ്ങനെ നമ്മൾ എല്ലാ ദാവീദിനോട് ചേർന്നുകൊണ്ട്, സാലവിശുദ്ധനോട് ചേർന്നുകൊണ്ട്, ഈ സമയം എത്ര വിശുദ്ധർ ഈ കാലഘട്ടങ്ങൾ നമുക്ക് നൽകിയവർ എല്ലാവരും കർത്താവിനെ സ്തുതിച്ചപ്പോഴാണ്. അപ്പൊ അതുകൊണ്ട് നമുക്കും ഈ സമയം നമുക്ക് ജീവൻ നൽകിയ, നമ്മളെ പരിപാലിക്കുന്ന ആ അനന്തമായ സ്നേഹത്തെ നമുക്ക് ആ സ്നേഹത്തെ കണ്ടുകൊണ്ട്, ആ സ്വർഗീയ പിതാവിനെ ദൈവത്തെ കണ്ടുകൊണ്ട് നമുക്ക് സ്തുതിക്കാം. ഹാലേലുയ, 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 ഹാലേലുയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. പിതാവായ ദൈവമേ നന്ദി, പുത്രനായ ദൈവമേ നന്ദി, പരിശുദ്ധാത്മാവായ ദൈവമേ നന്ദി. ആ പിതാവായ ദൈവത്തെ കണ്ടുകൊണ്ട് നമ്മൾ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹാലേലുയ, 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 ഹാലേലുയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, സ്തുതി, സ്തുതി. മഹത്വം കർത്താവേ, സകല മഹത്വവും അങ്ങേക്കാണ്. പിതാവായ ദൈവമേ അങ്ങേക്കല്ലാതെ, അങ്ങേയല്ലാതെ, അപ്പൊ പിതാവായ ദൈവമേ അങ്ങേയല്ലാതെ ഞങ്ങൾക്ക് ആരെയും ആരാധിക്കാനില്ല പിതാവേ. ഹാലേലുയ, 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 ഹാലേലുയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരിശുദ്ധാത്മാവായ ദൈവമേ നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഞങ്ങൾ അങ്ങേ മഹത്വപ്പെടുത്തുന്നു. നമുക്ക് ഒരു എല്ലാവർക്കും അറിയാവുന്ന ഒരു പാട്ട് ഇടയിലും പാടിയിട്ട് നമുക്ക് കയറാം. ദൈവപിതാവേ അങ്ങേ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ, ദൈവപിതാവേ അങ്ങേ ഞങ്ങൾ പാടി സ്തുതിക്കുന്നിതാ. എന്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷവും ആനന്ദം കണ്ടെത്തുന്നത് ഈ കർത്താവിനെ ഓരോ പ്രഭാവത്തിലും പാടി സ്തുതിക്കുമ്പോഴാണ്, അവനെ ആരാധിക്കുമ്പോഴാണ്, അവന്റെ സ്തുതികൾ ഓർക്കുമ്പോൾ, അവന്റെ ആനന്ദമായ സ്നേഹത്തെ ഓർത്താൽ എത്ര സ്തുതിച്ചാലും മതി വരില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ ഇരടികൾ ഒന്നുകൂടി ഏറ്റുചൊല്ലി പാടുന്നു. ദൈവപിതാവേ അങ്ങേ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ, ദൈവപിതാവേ അങ്ങയെ ഞങ്ങൾ പാടി സ്തുതിക്കുന്നിതാ, യേശുവേ നാഥ അങ്ങയെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ, യേശുവേ നാഥ അങ്ങയെ ഞങ്ങൾ പാടി സ്തുതിക്കുന്നിതാ, പാവനാത്മാവേ അങ്ങയെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ, പാവനാത്മാവേ അങ്ങയെ ഞങ്ങൾ പാടി സ്തുതിക്കുന്നിതാ, ത്രിയേക ദൈവമേ അങ്ങയെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ, ത്രിയേക ദൈവമേ അങ്ങയെ ഞങ്ങൾ പാടി സ്തുതിക്കുന്നിതാ. ഹാലേലൂയ. കൈകൾ ഉയർത്തി ദൈവത്തെ നമ്മൾ കരങ്ങൾ ഉയർത്തുമ്പോൾ അതിന്റെ അർത്ഥം നമ്മൾ സറണ്ടർ ആവണം കർത്താവിന് മുമ്പിൽ. നമുക്കൊന്ന് തോൽക്കാം കർത്താവിന് മുമ്പിൽ. കർത്താവെ നീ പരിപാലിച്ചു, ഞങ്ങളെ രക്ഷിച്ചു, ഞങ്ങളെ ഈ ചേർത്ത് പിടിക്കുന്ന ആ സ്നേഹത്തെ ഓർത്തുകൊണ്ട് കൈകൾ വീശിക്കൊണ്ട് ഹാലേലൂയ, ആമേൻ, ഹാലേലൂയ. ആമേൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം അല്ലെ, നമ്മൾ അത് ശരി വെക്കുന്നതിന്റെ ഒരു ഹലോ പറയുമ്പോൾ നമുക്ക് ഹലോ എന്ന് പറയാൻ തുല്യം തന്നെ. ഹലോ നമുക്കൊരു ആമേൻ പറയുമ്പോൾ തന്നെ നമ്മൾ ആ പാട്ടിനോട് ചേർന്ന് നമ്മൾ സ്തുതിക്കുന്ന ഒരു അനുഭവം നമുക്ക് കിട്ടുകയാണ്. ഒരിക്കൽ കൂടി ഒന്ന് ഈരടികൾ ഒന്ന് പാടുന്നു. ആ ഹാലേലൂയ, ആമേൻ, ഹാലേലൂയ, ഹാലേലൂയ, ആമേൻ, ഹാലേലൂയ. ആരാധന അങ്ങേക്ക്, ആരാധന, ആരാധന
അങ്ങേക്ക് ആരാധന. ഈ സമയം ഒരിക്കൽ കൂടി നമുക്ക് വിശുദ്ധ അമ്മയോട് ചേർന്ന് ഈ മാസം നമ്മൾ പ്രത്യേകിച്ച് മാതാവിനെ ഏറ്റവും കൂടുതൽ എല്ലാ സഭകളിലും മാതാവിനോട് ഒത്തിരി ഭക്തി, എല്ലാ മക്കളും മാതാവിനോട് ചേർന്നുകൊണ്ട് ഈശോയെ ഈശോയെ മാതാവിനെ ഈശോയെ അല്ല ദൈവത്തെ അല്ലെങ്കിൽ അത് ആഴമായ ആ ദൈവത്തിന്റെ സ്നേഹം നമുക്ക് ആഴമായി ഗ്രഹിക്കണമെങ്കിൽ ഇതാ അമ്മ പറഞ്ഞതുപോലെ ഇതാ കർത്താവിന്റെ ദാസി അവിടുത്തെ വചനം എന്നിൽ നിറവേറണം. ഇന്നത്തെ നമ്മൾ തുടങ്ങാൻ പോകുന്ന ശുശ്രൂഷയിലും കേൾക്കാൻ പോകുന്ന വചനങ്ങൾ നമുക്ക് ഗ്രഹിക്കണമെങ്കിലും അമ്മയെ കൂട്ടുപിടിക്കണം. ലൂക്ക 2:19 പറയുന്നു, മറിയമാവട്ടെ കേൾക്കുന്ന കാര്യങ്ങൾ ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ട് ഗാഢമായി ചിന്തിക്കുന്ന പരിശുദ്ധ അമ്മ. അപ്പൊ ഈ അമ്മയോട് ചേർന്നുകൊണ്ട് സഭയോട് ചേർന്നുകൊണ്ട് ഇന്ന് നമ്മളും ഈ ജപമാല മാസത്തിൽ ആ സകല വിശുദ്ധരും ഒത്തിരി വിശുദ്ധരും ഇതുപോലെ തന്നെ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചാണ് വിശുദ്ധരായിരിക്കുന്നത്. അത് ആ ഈശോയെ ആഴങ്ങൾ ഗ്രഹിക്കാൻ പറ്റുന്നു. അപ്പൊ നമുക്കും അവരെയൊക്കെ ഒന്ന് ഓർക്കാം, അനുസ്മരിക്കാം. നമ്മുടെ ഭവനങ്ങളിൽ നിന്ന് വേർപെട്ടു പോയിട്ടുള്ള മരണം മൂലം വേർപെട്ടു പോയിട്ടുള്ളവരെ നമുക്ക് സമയം ഓർക്കാം. നമുക്കിത് അനുഭവിക്കാൻ പറ്റുന്നു, മറ്റു പലർക്കും ഇത് അനുഭവിക്കാൻ പറ്റുന്നില്ല ഈ ദൈവസ്നേഹത്തിന്റെ ആഴങ്ങൾ ഗ്രഹിക്കാൻ. അപ്പൊ അതുകൊണ്ട് ഈ സമയം പക്ഷെ അമ്മയോട് ചേർന്നുകൊണ്ട് സർവ്വവിശുദ്ധരോട് ചേർന്നുകൊണ്ട് ഇപ്പോൾ അർപ്പിക്കപ്പെടുന്ന എല്ലാ ബലികളോട് ചേർന്നുകൊണ്ട് നമ്മൾ ഒരിക്കൽ കൂടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. സ്വർഗസ്ഥനായ നമ്മുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്ന് വേണ്ടുന്നുള്ള ആഹാരം ഞങ്ങൾക്ക് നൽകണമേ, ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങൾ രക്ഷിക്കണമേ. അമ്മേ മാതാവേ, സഹോദരന്മാരെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ ഔസേപ്പിതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു, അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. വിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേ. ഒരിക്കൽ കൂടി ഈ കൂട്ടായ്മയിൽ നമ്മൾ ദൈവം സ്നേഹത്തോടെ വിളിച്ച് നമ്മൾ ചേർത്ത് പിടിച്ചിരിക്കുന്ന ഈ കൂട്ടായ്മയിലുള്ള എല്ലാ മക്കളെ ഒരിക്കൽ കൂടി ഓർക്കുന്നു. ഒരിക്കൽ ഈ ആഴങ്ങൾ ഗ്രഹിക്കാം, വചനം ഗ്രഹിക്കാം. ഇതാ കർത്താവിന്റെ ദാസി എന്നും പറഞ്ഞുകൊണ്ട് വചനങ്ങൾ ഗ്രഹിക്കാനുള്ള ഒരു വൻ കൃപയ്ക്ക് വേണ്ടി കൃപ നിറഞ്ഞ അമ്മയെ ഒരിക്കൽ കൂടി ഓർത്തുകൊണ്ട് അമ്മേ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം ദിവസം വെച്ച് പ്രാർത്ഥിക്കണമേ. തുടർന്നുള്ള ശുശ്രൂഷകൾക്ക് അഭിഷേകം പകരണമേ അമ്മേ മാതാവേ. എല്ലാ കുറവുകളും അമ്മയാണ് നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് അമ്മയുടെ മധ്യസ്ഥം ഒരിക്കൽ കൂടി ഞങ്ങൾ വഹിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു, അങ്ങയുടെ ഉദരഫലമായ ഈശോ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. വിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നിത്യപിതാവിന്റെയും പുത്രന്റെയും വിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. എല്ലാവരെയും ഈശോ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. ഗോഡ് ബ്ലെസ് യു. ആമേൻ. ഹല്ലേലൂയ. ഷോബിന്റെ 5ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ക്ലാസ് എടുക്കുന്നത് വിഷയം ദൈവസ്നേഹം. ജെന്നി ജോർജ് ബ്രദറാണ്. അതിനായി നമുക്ക് ഒരുങ്ങി നമ്മുടെ ഹൃദയത്തെയും നമ്മുടെ മനസ്സിനെയും നമ്മുടെ ചിന്തകളെയും എല്ലാം ഏകാഗ്രതമായി വെച്ച് നമ്മുടെ പരിശുദ്ധ അമ്മയോടുകൂടിയും പരിശുദ്ധാത്മാവിന്റെ കൃപയ്ക്കായി നമുക്ക് ഈ ക്ലാസ് ശ്രദ്ധിച്ച് കേൾക്കുവാനും അത് ഗ്രഹിക്കുവാനും നമുക്ക് അനുഗ്രഹങ്ങൾ വാങ്ങുവാനും അതിന് ജീവിതത്തിൽ പ്രാവർത്തമാക്കുവാനും വേണ്ടി നമുക്ക് സാധ്യമാക്കട്ടെ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ക്ലാസ്സിലേക്ക് നമ്മൾ കടക്കുന്നു. കഴിഞ്ഞ ഒരാഴ്ചക്കാലം നാം ഷൂബിലൂടെ കടന്നുപോയപ്പോൾ നാം ചിന്തിച്ചതും മനസ്സിലാക്കിയതും ദൈവരാജ്യത്തെ കുറിച്ചായിരുന്നു. സ്നേഹിക്കുന്ന പിതാവ് വസിക്കുന്ന ഇടം, ആ പിതാവിന്റെ ഏറ്റവും വലിയ സവിശേഷതയാണ് സ്നേഹിക്കുക എന്നുള്ളത്. എല്ലാവരെയും സ്നേഹിക്കുന്ന പിതാവ്. ആ പിതാവിന്റെ സ്നേഹത്തെ കുറിച്ചാണ് ഈ ഒരാഴ്ചക്കാലം നാം മനസ്സിലാക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നതും അതിനെക്കുറിച്ച് ചിന്തിക്കുന്നതൊക്കെ. യോഹന്നാൻ ശ്ലീഹ തന്റെ 1-ാമത്തെ ലേഖനം 4-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യത്തില് നമ്മളോട് പറയുകയാണ്, ദൈവം സ്നേഹമാണ്. ദൈവം എന്ന് പറഞ്ഞാൽ അത് പൂർണ്ണമായിട്ടും സ്നേഹമാണ്. ദൈവത്തിന്റെ സ്വഭാവം സ്നേഹമാണ് എന്ന് യോഹന്നാൻ ശ്ലീഹ നമ്മളോട് പറഞ്ഞു വയ്ക്കുകയാണ്. കാരണം സ്നേഹ അത് ആവോളം അനുഭവിച്ച വ്യക്തിയായിരുന്നു. ദൈവസ്നേഹത്തെ കുറിച്ച് വിശുദ്ധ ബൈബിൾ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള പുസ്തകങ്ങളിലൂടെ വായിച്ചു പോകുമ്പോൾ അവിടെ വചനം പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം ഇതാണ്: ദൈവം എന്നെ വ്യക്തിപരമായി വ്യവസ്ഥകളില്ലാതെ ഞാൻ ആയിരിക്കുന്ന അവസ്ഥയിൽ എന്നെ തന്റെ സർവശക്തിയോടും കൂടെ സ്നേഹിക്കുന്നു. ദൈവം നമ്മളെ ഓരോരുത്തരെയും, കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെയും അല്ലെങ്കിൽ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്നെയും ഈ ലോകത്തിലെ സകലരെയും വ്യക്തിപരമായി വ്യവസ്ഥകളില്ലാതെ, ഓരോരുത്തരെയും വ്യക്തിപരമായിട്ടാണ് ദൈവം സ്നേഹിക്കുന്നത്, ഒരു വ്യവസ്ഥകളില്ലാതെ ആണ്. അതുപോലെ പറയുകയാണ്, നമ്മൾ ഓരോരുത്തരും ഏത് അവസ്ഥയിലാണോ, ഏത് സാഹചര്യത്തിലാണോ, നമ്മുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളോ നമ്മുടെ മാനസികാവസ്ഥയോ നമ്മുടെ സ്ഥിതികളോ ചിന്താതികളോ എന്തു തന്നെ ആയിരുന്നാലും ആ അവസ്ഥയിൽ നമ്മൾ ഓരോരുത്തരെയും സ്വീകരിച്ചുകൊണ്ട് തന്റെ സർവശക്തിയോടും കൂടെ ആ ദൈവം നമ്മൾ ഓരോരുത്തരെയും സ്നേഹിക്കുന്നു എന്ന്.
മലാക്കി പ്രവാചകന്റെ പുസ്തകം അതിന്റെ 1-ാമത്തെ അധ്യായം 2-ാമത്തെ വാക്യത്തില് നമ്മൾ ചോദിച്ച ഒരു കാര്യത്തെ കുറിച്ച് കർത്താവ് വീണ്ടും നമ്മളോട് തിരിച്ച് ദൈവം ചോദിക്കുകയാണ്. ദൈവം പറയുന്നത് ഇങ്ങനെയാണ്: ഞാൻ നിങ്ങളെ സ്നേഹിച്ചു, എന്നാൽ നിങ്ങൾ ചോദിക്കുന്നു എങ്ങനെയാണ് അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചത്. നമ്മുടെ ജീവിതത്തില് വേദനകളും വിഷമങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും അങ്ങനെ ഒത്തിരിയേറെ പ്രതികൂലമായ സാഹചര്യങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ പലപ്പോഴും നമ്മുടെ ഉള്ളിൽ ഉയരുന്ന ചോദ്യം ഇതാണ്. നമ്മളോട് തന്നെ ചോദിക്കാറുണ്ട്, ചിലപ്പോൾ നമ്മുടെ മാതാപിതാക്കളോട് ചോദിക്കാറുണ്ട്, ദൈവത്തോട് തന്നെ ചോദിക്കും, ദൈവം അങ്ങ് ഞങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ? അങ്ങ് ഇങ്ങനെയൊക്കെയാണോ ഞങ്ങളെ സ്നേഹിക്കുന്നത്? ഇങ്ങനെ ദുരിതങ്ങളിലൂടെയൊക്കെ ദൈവത്തിന്റെ മക്കളാണെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ എങ്ങനെയാണോ അങ്ങ് സ്നേഹിക്കുന്നത് എന്നൊക്കെയാണ് പലപ്പോഴും നമ്മൾ ചോദിക്കാറുള്ള ഒരു ചോദ്യം. ഈ സ്നേഹത്തെ കുറിച്ച് ഉള്ള ഒരു 4 ഗ്രീക്ക് വേർഡുകളാണിത്. ഒന്നാമത്തെ ഒരു വേർഡ് എന്ന് പറയുന്നത് ഈറോസ് എന്ന് പറയുന്ന വേർഡാണ്. അവിടെ പറയുന്നത് ഒരു സ്ത്രീ പുരുഷ സ്നേഹം എന്ന് പറയുമ്പോൾ ഒരു സ്നേഹിക്കുന്നവർ തമ്മിൽ, അല്ലെങ്കിൽ പ്രണയിതാക്കൾ തമ്മിലുള്ള റൊമാൻറ്റിക് ആയിട്ടുള്ള പ്രണയം, അങ്ങനെയുള്ള സ്നേഹത്തെ കുറിച്ചാണ് ഈറോസ് എന്ന വാക്കുകൊണ്ട് അവിടെ പറഞ്ഞു വെക്കുന്നത്. ഫീലിയോ എന്ന് പറയുന്ന 2-ാമത്തെ വാക്കിലൂടെ പറയുന്നത് സൗഹൃദങ്ങൾ, സുഹൃത്തുക്കൾ തമ്മിലുള്ള സ്നേഹത്തെ കുറിച്ചാണ് അവിടെ പറയുന്നത്. 3-ാമത്തെ ഒരു വാക്കാണ് സ്റ്റോർഗെ എന്ന് പറയുന്നത്. അത് കുടുംബ വിശ്വസ്ത, കുടുംബത്തിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ, മക്കൾ തമ്മിൽ, എല്ലാവരും തമ്മിലുള്ള കുടുംബത്തിലുള്ള വിശ്വസ്തയോടുകൂടിയ സ്നേഹത്തെ കുറിച്ചാണ്. എന്നാൽ അഗാപ്പെ എന്ന് പറയുന്ന 4-ാമത്തെ വാക്ക് പറയുന്നത് സ്ഥിരതയുള്ള നിരുപാധികമായ സ്നേഹം എന്ന് പറയുമ്പോൾ വ്യക്തിപരമായിട്ട് വ്യവസ്ഥകളൊന്നുമില്ലാതെ ആയിരിക്കുന്ന അവസ്ഥയിൽ, മുൻവിധികളൊന്നുമില്ലാതെ തന്നെ എല്ലാം പകർന്നു കൊടുത്തുകൊണ്ട്, എല്ലാം പങ്കുവെച്ചുകൊണ്ട് സ്നേഹിക്കുന്ന ആ സ്നേഹത്തെയാണ് അഗാപ്പെ എന്ന വാക്ക് ഉദ്ദേശിക്കുന്നത്. എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ സ്നേഹത്തെ കുറിച്ചാണ്. നമുക്കറിയാം, നമുക്കായിട്ട് പൂർണ്ണമായിട്ട് പങ്കുവെച്ച് നൽകിയ ദൈവത്തിന്റെ സ്നേഹത്തെ അറിയാം. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 3-ാമത്തെ അധ്യായം 16-ാമത്തെ വാക്യത്തിൽ വചനം നമ്മളോട് പറയുകയാണ്, തന്റെ ഏകജാതനെ നൽകുവാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. തന്നെ പകർന്നു നൽകാൻ തക്ക വിധം ദൈവം അത്രമാത്രം ലോകത്തെ സ്നേഹിച്ചു എന്നാണ് വചനം പറയുന്നത്. അപ്പോൾ പങ്കുവെച്ച് നൽകുന്ന, ആ പകർന്നു നൽകുന്ന ആ സ്നേഹത്തെ കുറിച്ച് നമ്മളോട് വചനം പങ്കുവെക്കുന്നു. ആ ദൈവം, ഇങ്ങനെ നമ്മൾ ഓരോരുത്തരെയും സ്നേഹിക്കുന്ന ദൈവം എന്നെ അറിയുന്നു, മനസ്സിലാക്കുന്നു, കരുതുന്നു. പ്രിയപ്പെട്ടവരെ, വചനം കണ്ടുകൊണ്ടിരിക്കാൻ നിങ്ങൾ ഓരോരുത്തരെയും ദൈവം വ്യക്തമായിട്ട് അറിയുന്നു, മനസ്സിലാക്കുന്നു, കരുതുന്നു. അങ്ങനെ നമ്മൾ ഓരോരുത്തരെയും അറിഞ്ഞ് മനസ്സിലാക്കി കരുതി സ്നേഹിക്കുന്ന സ്നേഹമാണ് നമ്മുടെ ദൈവം എന്ന് പറയുന്നത്. ആ ദൈവം എൻ്റെ ഇന്നലകളെയും ഇന്നിനെയും നാളെയും അറിഞ്ഞ് മനസ്സിലാക്കി കരുതിയാണ് സ്നേഹിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ നമ്മുടെ ജീവിതത്തിലെ ഇന്നലകളെ കുറെയൊക്കെ നമുക്കറിയാം, ഇന്നിനെയും കുറെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാറുണ്ട്. എന്നാൽ നാളെയെ, അല്ലെങ്കിൽ ഈ ജീവിതത്തിന്റെ അടുത്ത നിമിഷത്തെ എന്താണെന്ന് നമുക്ക് ആർക്കും അറിയില്ല. അപ്പോൾ നമ്മൾ എല്ലാവരും ഈ ഓൺലൈൻ മാധ്യമത്തിലൂടെ, വചന ശുശ്രൂഷയിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കറിയില്ല അടുത്ത നിമിഷം എന്താണ് സംഭവിക്കാൻ പോകുന്നത്. എന്നാൽ ദൈവമായ കർത്താവ് സകലതും അറിയുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത്, നമ്മുടെ ഇന്നലകളെ പൂർണ്ണമായിട്ടും ദൈവത്തിന് അറിയാം, ഇന്നിനെ അറിയാം, നാളെ അറിയാം. നമ്മൾ എന്തായി തീരുമെന്ന് കൃത്യമായിട്ട് അറിയാവുന്ന ദൈവം നമ്മൾ ഓരോരുത്തരെയും അത് അറിഞ്ഞ് മനസ്സിലാക്കി തന്നെയാണ് നമ്മളെ ഓരോരുത്തരെയും സ്നേഹിക്കുന്നത്. നമ്മൾ ഉൽപ്പത്തിയുടെ പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ ബൈബിളിൽ ആദ്യത്തെ ഹവ്വയെയും ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കിയ ദൈവത്തെ കാണുന്നുണ്ട്. പലപ്പോഴും നമുക്കൊക്കെ അത് തോന്നാറ് അത് ദൈവത്തിന്റെ സ്നേഹമില്ലായ്മയാണ്, അവരെ പുറത്താക്കിയല്ലോ, ദൈവത്തിന്റെ മക്കളായിട്ടല്ലേ അവരെ കൊണ്ടുവന്നത് എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. എന്നാൽ പ്രിയപ്പെട്ടവരെ, അത് ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ഒരു ആഴമായിരുന്നു, ആഴത്തുള്ള സ്നേഹത്തിന്റെ പ്രകടനമായിരുന്നു. അവിടെ പറയുന്നുണ്ട്, നിത്യനാശത്തിൽ ആകാതിരിക്കാൻ ഏദനിൽ നിന്ന് അവരെ പുറത്താക്കുകയും കാവൽ ഏർപ്പെടുത്തുകയും രക്ഷകനെ വാഗ്ദാനം ചെയ്യുകയും ചെയ്ത സ്നേഹം. അവരെ പുറത്താക്കാനുള്ള ഒരു കാരണമുണ്ട്. അവർ ഏദനിൽ വച്ച് ദൈവം പറഞ്ഞത് അനുസരിക്കാതെ നന്മതിന്മകളുടെ വൃക്ഷത്തിൽ നിന്ന് ഫലം ഭക്ഷിക്കുകയും പാപം ചെയ്തത് വഴി ദൈവ സ്നേഹത്തിന് അനർഹരായി തീരുകയും ചെയ്തു. എന്നാൽ പിന്നീട് ഏദൻ തോട്ടത്തിന്റെ പർദീസായുടെ നടുവിലുള്ള ജീവന്റെ വൃക്ഷത്തിൽ നിന്ന് കൂടി ഫലം പറിച്ചു നിന്ന് അമർത്യതയിൽ ആയിക്കഴിഞ്ഞാൽ, പാപത്തിൽ അമർത്യത പ്രാപിച്ചാൽ ഒരിക്കലും അവർക്ക് തിരിച്ചു വരാൻ ആവില്ല എന്ന് ദൈവത്തിന് അറിയാം. മാലാഖമാർക്ക് പറ്റിയ തെറ്റതായിരുന്നു. അവർക്ക് ഒരിക്കലും തിരിച്ചു വരാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വന്നു.
അതുപോലെ താൻ സ്നേഹിക്കുന്ന തന്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച മനുഷ്യനും അങ്ങനെ ആയിത്തീരും എന്ന് തിരിച്ചറിഞ്ഞ ദൈവം, അതിനെക്കുറിച്ച് നല്ല ബോധ്യമുണ്ടായിരുന്ന ദൈവം എന്ത് ചെയ്തു? അവരെ പുറത്താക്കുക മാത്രമല്ല, അവരെ തിരിച്ചു കൊണ്ടുവരുവാൻ വേണ്ടിയിട്ട് ഒരു രക്ഷകനെ വാഗ്ദാനം ചെയ്ത് ആ രക്ഷകനെ ഈ ഭൂമിയിലേക്ക് അയക്കുന്ന ആ രക്ഷകനിലൂടെ മനുഷ്യവർഗത്തെ മുഴുവൻ വീണ്ടും പർദീസയിലേക്ക് കൈപിടിച്ചുയർത്തുന്ന ആ ദൈവത്തിന്റെ സ്നേഹത്തെയാണ് വിശുദ്ധ ബൈബിൾ നമ്മളോട് പറഞ്ഞു വെക്കുന്നത്. നമ്മൾ ഓരോരുത്തരും പോകുന്ന വഴിയിൽ നിന്ന് തിരികെ വരാൻ വേണ്ടി, ശുഭ എന്ന വാക്കതാണല്ലോ, തിരികെ വരാൻ വേണ്ടിയിട്ട് ആ രക്ഷകനെ കൊണ്ടുവന്ന് ഈ ഭൂമിയിൽ നമ്മുടെ രക്ഷ സാധ്യമാക്കിയ ദൈവത്തിന്റെ സ്നേഹത്തെയാണ് വിശുദ്ധ ബൈബിൾ നമ്മളോട് പറഞ്ഞു വെക്കുന്നത്. ജെറമിയ പ്രവാചന പുസ്തകം അതിന്റെ 1-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യത്തില് വചനം നമ്മളോട് ഇങ്ങനെ പറയുന്നു: മാതാവിന്റെ ഉദരത്തിൽ നിനക്ക് രൂപം നൽകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു. എന്ന് പറയുമ്പോൾ ലോക സ്ഥാപനത്തിന് മുമ്പ്. നമ്മൾ വചനത്തിൽ വേറൊരു വചനത്തിൽ വായിക്കുന്നുണ്ട്, ഈ പ്രപഞ്ചം സൃഷ്ടിക്കുന്ന മുന്നേ യേശുക്രിസ്തുവിൽ തെരഞ്ഞെടുക്കപ്പെട്ടവരും സൃഷ്ടിക്കപ്പെട്ടവരുമാണ് നമ്മൾ ഓരോരുത്തരും. അപ്പോൾ അമ്മയുടെ ഉദരത്തിൽ എന്നെയും നിങ്ങളെയൊക്കെ ഉരുവാക്കുന്നതിന് മുമ്പേ, അമ്മയുടെ ഉദരത്തിൽ ഞാനും നിങ്ങൾ ഉരുവാകുന്നതിന് മുമ്പേ ദൈവത്തിന് നമ്മളെ ഓരോരുത്തരെയും അറിയാം. ആ ദൈവം പറയാണ് നമ്മൾ ഓരോരുത്തരെയും അറിഞ്ഞിട്ട്. അപ്പോൾ എവിടെയായിരുന്നു നമ്മൾ ജനിച്ചത്? ദൈവത്തിന്റെ ഹൃദയത്തിൽ, ആ സ്നേഹം നിറഞ്ഞു തുളുമ്പുന്ന ആ ഹൃദയത്തിൽ ജന്മമെടുത്തവരാണ് നമ്മൾ ഓരോരുത്തരും. കാലാകാലങ്ങളിൽ കാലത്തിനനുസൃതമായി നമുക്ക് ഓരോരുത്തരും ഈ ഭൂമിയിൽ നമ്മുടെ മാതാപിതാക്കളിലൂടെ ഒരു അവസരം നൽകി ദൈവം നമ്മളെ ഈ ഭൂമിയിലേക്ക് അയച്ചു. അപ്പോൾ ദൈവത്തിന്റെ ഹൃദയത്തിൽ ജന്മമെടുത്തവരാണ്. അവിടുന്ന് സ്വപ്നം കണ്ട ഓരോ മനുഷ്യരാണ് നമ്മൾ ഓരോരുത്തരും. അത്രമാത്രം ദൈവം നമ്മൾ ഓരോരുത്തരെയും സ്നേഹിക്കുന്നു. ഉൽപ്പത്തിയുടെ പുസ്തകം 16-ാമത്തെ അധ്യായം 48-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ ഹാഗാർ എന്ന് പറയുന്ന വ്യക്തിയെ നമുക്ക് കാണാം. ആ ഹാഗാറിനെ വ്യക്തിപരമായി അറിഞ്ഞ് സ്നേഹിക്കുന്ന ദൈവത്തെ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. അവിടെ കർത്താവിന്റെ ദൂതൻ അവളോട് ചോദിച്ചു, സാറായുടെ ദാസിയായ ഹാഗാറെ, നീ എവിടെ നിന്ന് വരുന്നു, എങ്ങോട്ട് പോകുന്നു? ഹാഗാറിന്റെ കൃത്യമായ അഡ്രസ്സും എല്ലാം അറിഞ്ഞിട്ടാണ് അവിടെ വിളിക്കുന്നത്. ഒരു ദാസിയായ അല്ലെങ്കിൽ ദാസി പെണ്ണായ ഹാഗാറിനെയും ഒരേപോലെ സ്നേഹിക്കുന്ന, അറിഞ്ഞ് മനസ്സിലാക്കി സ്നേഹിക്കുന്ന ദൈവത്തിന്റെ സ്നേഹം, അവളുടെ ജീവിതത്തെ വീണ്ടും കൈപിടിച്ചുയർത്തുന്ന ദൈവത്തിന്റെ സ്നേഹം അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 54-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യത്തില് വചനം നമ്മളോട് പറയുകയാണ് പ്രവാചകനിലൂടെ, നിന്നോട് കരുണയുള്ള കർത്താവ് അരുളി ചെയ്യുന്നു, മലകൾ അകന്നു പോയേക്കാം, കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം, എന്നാൽ എന്റെ അചഞ്ചലമായ സ്നേഹം നിന്നെ പിരിയുകയില്ല, എന്റെ സമാധാന ഉടമ്പടിക്ക് മാറ്റം വരികയില്ല. ഈ ലോകത്തിലെ സകലതും ചിലപ്പോൾ മാറിപ്പോയേക്കാം, നിന്റെ ചുറ്റുപാടുമുള്ള എല്ലാ സാഹചര്യങ്ങളും ചിലപ്പോൾ ഇല്ലാതെ ആയേക്കാം, നിന്റെ സാമ്പത്തികമായ സ്ഥിതികളെല്ലാം തകർന്നു പോയേക്കാം, ചിലപ്പോൾ എല്ലാവരും നിന്നെ തള്ളി പറഞ്ഞേക്കാം, കുറ്റപ്പെടുത്തിയേക്കാം. ഈ ലോകത്തിലെ മലകളെല്ലാം നിരക്കപ്പെടുകയും കുന്നുകൾ നിരപ്പാവുകയും മലകളെല്ലാം മാറിപ്പോയേക്കാം. ഇതെല്ലാം അവിടെ സംഭവിക്കാം. എന്നാൽ ദൈവം പറയുകയാണ്, എന്റെ അചഞ്ചലമായ മാറ്റമില്ലാത്ത ചഞ്ചലിക്കാത്ത സ്നേഹം നിന്നെ ഒരിക്കലും പിരിയുകയില്ല. പ്രിയപ്പെട്ടവരെ, കേട്ടിരിക്കുന്ന നിങ്ങളുടെ ദൈവമായ കർത്താവ് ഈ രാത്രിയുടെ യാമങ്ങളിൽ നിങ്ങളോട് പറയുകയാണ്, അവിടുത്തെ അചഞ്ചലമായ സ്നേഹം നിങ്ങൾ ഓരോരുത്തരെയും പിരിയുകയില്ല എന്ന്. എന്നിട്ട് പറയാണ്, എന്റെ സമാധാന ഉടമ്പടിക്ക് മാറ്റം വരികയുമില്ല. ദൈവം പറയാണ്, ഞാൻ നിങ്ങളോട് സ്ഥാപിച്ച ആ സമാധാന ഉടമ്പടിക്ക് മാറ്റം വരികയുമില്ല. നമ്മൾ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ കാണുന്നുണ്ട്, വെള്ളം മൂലം ഭൂമി മുഴുവൻ, മനുഷ്യവർഗം മുഴുവൻ നശിക്കുന്നത്. പാപം വർദ്ധിച്ചപ്പോൾ അങ്ങനെ സംഭവിച്ചു. എന്നാൽ അവിടെ നോഹയെ രക്ഷിച്ചുകൊണ്ട് ദൈവം ഒരു മഴവിൽ സ്ഥാപിക്കുന്നുണ്ട്. എന്ന് പറയുകയാണ്, ഇനി ഒരിക്കലും വെള്ളം മൂലം ഈ പ്രപഞ്ച സകലരെയും നശിക്കാൻ ഇടവരുത്തുകയില്ല എന്ന് ദൈവം പറയുകയാണ്. ഈ ആകാശത്ത് മഴവിൽ തിരിയുമ്പോൾ ഞാൻ എന്റെ സമാധാന ഉടമ്പടിയെ ഓർക്കുമെന്ന് ദൈവമായ കർത്താവ് പറയുകയാണ്. അപ്പോൾ അവിടുന്ന് പറയാണ്, സമാധാന ഉടമ്പടിക്ക് ഒരിക്കലും മാറ്റം വരികയില്ല എന്നും. അപ്പൊ അത്രയേറെ സ്നേഹിക്കുന്ന ദൈവത്തിന്റെ സ്നേഹത്തെ കുറിച്ചാണ് വിശുദ്ധ ബൈബിളും വചനവും നമ്മളോട് പറഞ്ഞു വെക്കുന്നത്. നമ്മൾ വിശുദ്ധ പഴയ നിയമത്തിലൂടെ കടന്നു പോകുമ്പോൾ അവിടെ മോശയെയും ജോഷിയെയും പൂർവ്വ ജോസഫിനെയും ദാവീദ് രാജാവിനെയും എല്ലാവരെയും അറിഞ്ഞ് മനസ്സിലാക്കി സ്നേഹിക്കുന്ന ദൈവത്തിന്റെ സ്നേഹത്തെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. മോശയുടെ കൂടെ നടക്കുന്ന ദൈവത്തെ നമുക്ക് കാണാം. പുറപ്പാടിന്റെ പുസ്തകം 33-ാമത്തെ അധ്യായം 17-ാമത്തെ വാക്യത്തില് നാം അവിടെ വചനം ഇങ്ങനെ വായിക്കുന്നു, കർത്താവ് മോശയോട് പറഞ്ഞു, നീ ആവശ്യപ്പെട്ട ഈ കാര്യവും ഞാൻ ചെയ്യും, എന്തെന്നാൽ നീ എന്റെ പ്രീതി നേടിയിരിക്കുന്നു, എനിക്ക് നിന്നെ നന്നായി അറിയാം.
ദൈവമായ കർത്താവ് പറയുകയാണ്, മോശ എന്ന് പറയുന്ന വ്യക്തിയോട് പറയുകയാണ്, മോശ നിന്നെ എനിക്ക് നന്നായിട്ട് അറിയാം, നിന്റെ പൂർവ്വകാലങ്ങൾ മുഴുവൻ എനിക്കറിയാം. നീ ഏതവസ്ഥയിലാണ് കടന്നു വന്നതെന്നും ഏതവസ്ഥയിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതെന്നും ഇനി നിനക്ക് എവിടേക്ക് എത്താൻ പറ്റും, അല്ലെങ്കിൽ നീ എന്തായി തീരുമെന്നും എനിക്ക് നന്നായിട്ട് അറിയാം. എന്ത് പറയാണ്, നീ ആവശ്യപ്പെട്ട ഈ കാര്യവും ഞാൻ നിനക്ക് ചെയ്തു തരുമെന്ന്. കാരണം നീ എന്റെ പ്രീതി നേടിയ, ദൈവത്തിന്റെ പ്രീതി നേടിയ മനുഷ്യൻ. ഒരു മനുഷ്യൻ പറയുന്നത് അനുസരിച്ച് അതിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം, ദൈവം കൂടെ നടക്കുന്ന അവസ്ഥ മോശയിലൂടെ നമുക്ക് കാണാം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന്റെ ഏതൊരു പ്രതിസന്ധിയിലും ദൈവമായ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ആ ദൈവത്തിന്റെ പ്രീതി നേടി ദൈവത്തിന്റെ സ്നേഹത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും ദൈവത്തിന്റെ ഈ സ്നേഹം, ഈ ഇങ്ങനെ മോശയെ സ്നേഹിച്ച ആ സ്നേഹം, കൂടെ നടന്ന് സ്നേഹിക്കുന്ന സ്നേഹം, അത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അനുഭവിക്കേണ്ടതാണ്. അങ്ങനെ ദൈവത്തിന്റെ ഹിതത്തിനനുസരിച്ച് ജീവിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ ഓരോരുത്തരും മാറണം. ഉൽപ്പത്തിയുടെ പുസ്തകം 39-ാമത്തെ അധ്യായം 2-ാമത്തെ വാക്യത്തില് അവിടെ പൂർവ്വ ജോസഫിനെ നാം കാണുന്നുണ്ട്. ആ പൂർവ്വ ജോസഫിനെ കുറിച്ച് പറയാൻ, കർത്താവ് ജോസഫിന്റെ കൂടെ ഉണ്ടായിരുന്നു, എല്ലാ കാര്യങ്ങളിലും അവന് ശ്രേയസ്സുണ്ടായി. അടിമയായിട്ട് വിൽക്കപ്പെട്ടു സഹോദരങ്ങളാൽ, എല്ലാവരും പരിത്യജിക്കപ്പെട്ടു. സഹോദരങ്ങൾ തള്ളിക്കളഞ്ഞു, കൊല്ലാനായിട്ട് ഉദ്യമിച്ചു, എങ്ങനെ വിറ്റ് ഒഴിവാക്കി. അവിടെ ചെന്ന് ജയിലിൽ കഴിയേണ്ടി വന്നു. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ കടന്നു പോകുമ്പോഴും, ജീവിതത്തിൽ ദുരിതം മാത്രം കടന്നു വരുമ്പോഴും അവിടെ വചനം പറയുകയാണ്, കർത്താവ് ജോസഫിന്റെ കൂടെ ഉണ്ടായിരുന്നു, എല്ലാ കാര്യങ്ങളിലും അവന് ശ്രേയസ്സുണ്ടായി. അവന് ചെന്ന ഇടങ്ങളിൽ അവനെ ദൈവം എടുത്ത് ഉയർത്തുന്നതും നമ്മൾ കാണുന്നുണ്ട്. അവനിലൂടെ അനേകരെ അനുഗ്രഹിക്കുന്ന, ഒരു നാടിനെ തന്നെ അനുഗ്രഹിച്ച് ഉയർത്തുന്നത് നാം കാണുന്നുണ്ട്. അപ്പോൾ ജോസഫിന്റെ കൂടെ നടന്നുകൊണ്ട് ജോസഫിനോട് സ്നേഹം പ്രകടിപ്പിക്കുന്ന, അവനെ സ്നേഹിച്ച് അവനെ പരിപാലിക്കുന്ന ദൈവത്തിന്റെ സ്നേഹത്തെ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. വീണ്ടും ജോഷയിലേക്ക് കടന്നു വരുമ്പോൾ ജോഷയുടെ കൂടെ നടക്കുന്ന കർത്താവിനെ നമുക്ക് അവിടെ കാണാം. ജോഷ 1:5 വായിക്കുകയാണ്, നിന്റെ ആയുഷ്കാലത്ത് ഒരിക്കലും ആർക്കും നിന്നെ തോൽപ്പിക്കാൻ സാധിക്കുകയില്ല. ഞാൻ മോശയുടെ കൂടെ എന്ന പോലെ നിന്നോട് കൂടെയും ഉണ്ടായിരിക്കും. ജോഷയുടെ ദൈവം പറയുകയാണ്, ആയുഷ്കാലത്ത് ഒരിക്കലും നിന്നെ തോൽപ്പിക്കാൻ ആർക്കും സാധിക്കില്ല. അപ്പൊ ദൈവം കൂടെ നടന്ന് ശക്തിപ്പെടുത്തുന്ന, ശക്തനായവൻ കൂടെ വസിക്കുന്ന, കൂടെ നടക്കുന്ന അനുഭവം നിരന്തരം ജോഷിക്കുണ്ടായിരുന്നു. നമുക്കറിയാവുന്ന പോലെ വിശുദ്ധ ബൈബിളിലൂടെ നമ്മൾ വായിച്ചു പോകുമ്പോൾ അവിടെ നമുക്ക് കാണാൻ സാധിക്കും, അഹ്റോൻ എന്ന് പറയുന്ന പുരോഹിതൻ, ഇസ്രായേലിന്റെ ആദ്യത്തെ പുരോഹിതനാണ്. ആ പുരോഹിതൻ അല്ലെങ്കിൽ ബലിയർപ്പണം എല്ലാം കഴിഞ്ഞ് കൂടാരം വിട്ട് പുറത്തു പോകുമ്പോൾ സഹായിയായ ജോഷ അപ്പോഴും കൂടാരം വിടാതെ ദൈവ സാന്നിധ്യത്തിൽ നിരന്തരം വസിച്ച ഒരു യുവാവായിരുന്നു. ആ യുവാവിനെ മോശയ്ക്ക് ശേഷം ഇസ്രായേൽ ജനത്തെ കാനാൻ ദേശത്തേക്ക് എത്തിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്തുകൊണ്ട് ദൈവം പറയുകയാണ്, നിന്റെ ആയുഷ്കാലത്ത് ഒരിക്കലും, നീ ജീവിച്ചിരിക്കുന്ന കാലത്തോളം നിന്നെ തോൽപ്പിക്കാൻ ആർക്കും സാധിക്കുകയില്ല. മോശയോട് കൂടെ എന്ന പോലെ നിന്നോട് കൂടെയും ഞാൻ ഉണ്ടായിരിക്കുന്നു. അപ്പോൾ ദൈവസാന്നിധ്യം മോശയുടെ കൂടെ ഉണ്ടായിരുന്ന പോലെ ജോഷയുടെ കൂടെ നടക്കുന്ന ആ സാന്നിധ്യത്തെ നാം കാണുന്നുണ്ട് വിശുദ്ധ ബൈബിളിൽ വായിക്കുമ്പോൾ. വീണ്ടും നമ്മള് ദാവീദ് രാജാവിലേക്ക് കടന്നു വരുമ്പോൾ സാമുവേൽ പ്രവാചകന്റെ 1-ാം പുസ്തകം 18-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യത്തിൽ നമ്മൾ അവിടെ കാണുന്നു, കർത്താവ് കൂടെ ഉണ്ടായിരുന്നതിനാൽ എല്ലാ ഉദ്യമങ്ങളിലും ദാവീദ് വിജയം വരിച്ചു. ദാവീദിനെ വിജയിപ്പിക്കുന്ന, ആ വെറും ആടുകളെ മേച്ചു നടന്നിരുന്ന ദാവീദിനെ ഇസ്രായേലിന്റെ രാജാവായിട്ട് ഉയർത്തിയ ദൈവത്തിന്റെ സ്നേഹം നമുക്കറിയാം. ഇസ്രായേലിന്റെ ചരിത്രം മുഴുവൻ പരിശോധിക്കുമ്പോൾ ദാവീദ് എന്ന് പറയുന്ന രാജാവിന് വലിയ സ്ഥാനമുണ്ട്. താൻ വാഗ്ദാനം ചെയ്ത രക്ഷകനെ ഈ ഭൂമിയിലേക്ക് അയക്കാൻ വേണ്ടിയിട്ട് ദൈവം തിരഞ്ഞെടുത്ത വംശവും ദാവീദിന്റെ വംശമായിരുന്നു. അത്രയേറെ വില ദാവീദിനെ ദൈവം കണ്ടു. പറയുന്നത് അപ്പോസ്തല പ്രവർത്തനത്തിൽ നാം വചനത്തിൽ ഇങ്ങനെ വായിക്കുന്ന പറയുന്നത് ദൈവത്തിന്റെ ഹൃദയത്തിനിണങ്ങിയ വ്യക്തി എന്ന്, വിളിപ്പേരുള്ള വ്യക്തി എന്ന്. അപ്പോൾ ദൈവം കൂടെ നടന്ന് ദാവീദിനെ നയിക്കുന്നതും സ്നേഹിക്കുന്നതും ആ ദാവീദിനോട് അനേക കാര്യങ്ങൾ ദൈവം ചെയ്യുന്നതൊക്കെ നമ്മൾ വിശുദ്ധ ബൈബിളിൽ വായിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ നാം പഴയ നിയമത്തിൽ കടന്നു പോകുമ്പോൾ ഇസ്രായേൽ ജനത്തിന്റെ കൂടെ നടക്കുന്ന, അവരെ പരിപാലിക്കുന്ന, സ്നേഹിക്കുന്ന ദൈവത്തെ കാണാനായിട്ട് സാധിക്കും. ഇസ്രായേൽ ജനത്തിന്റെ പുറപ്പാടിൽ ഈജിപ്തിൽ നിന്ന് കാനാൻ ദേശത്തേക്കുള്ള യാത്രയിൽ ആ 40 വർഷക്കാലവും അവർ പകൽ നടക്കുമ്പോൾ വെയിലേറ്റ് അവരുടെ ജീവിതത്തിൽ തളർച്ചകൾ സംഭവിക്കാതിരിക്കാൻ മേഘസ്തംഭമായിട്ട് അവരുടെ കൂടെ അവരെ സ്നേഹിച്ചുകൊണ്ട് നടന്ന ദൈവം. രാത്രി കാലങ്ങളിൽ അവർ യാത്ര ചെയ്യുമ്പോൾ തട്ടിത്തടഞ്ഞ് വീഴാതിരിക്കുവാൻ, അവർക്ക് വഴി തെറ്റാതിരിക്കുവാൻ അഗ്നിസ്തംഭമായിട്ട് അവരുടെ കൂടെ നടന്ന ദൈവം.
ദാഹിച്ചപ്പോൾ പാറയിൽ നിന്ന് ജലം നൽകിക്കൊണ്ടും വിശന്നപ്പോൾ കാടപ്പക്ഷികളെയും മന്നയും നൽകിക്കൊണ്ട് അവരെ കൂടെ നടന്ന് നിരന്തരം അവരെ ചേർത്ത് പിടിച്ച് ചങ്കോട് ചേർത്ത് പിടിച്ച് നടത്തിയ ദൈവം. ആ 40 വർഷക്കാലം അവർ നടന്നപ്പോൾ അവരുടെ വസ്ത്രങ്ങൾ പഴുകി പോവുകയോ ചെരുപ്പുകൾ തേഞ്ഞു പോവുകയോ ചെയ്യാതെ തന്റെ കരങ്ങളിൽ അവരെ വഹിച്ച ദൈവത്തിന്റെ സ്നേഹം. പുറപ്പാടിന്റെ പുസ്തകം 16-ാമത്തെ അധ്യായം 35-ാമത്തെ വാക്യത്തിൽ വചനം നമ്മളോട് പറയുന്നു, ഇസ്രായേൽക്കാർ മനുഷ്യവാസമുള്ള സ്ഥലത്ത് എത്തുന്നത് വരെ 40 വർഷത്തേക്ക് മന്ന ഭക്ഷിച്ചു. അവർക്ക് നിരന്തരം ഭക്ഷണം നൽകി അവരെ പരിപാലിച്ച് അവരുടെ കൂടെ നടന്ന് വ്യക്തിപരമായിട്ട് വ്യവസ്ഥകളില്ലാതെ അവർ ആയിരിക്കുന്ന പലപ്പോഴും അവർ പ്രകോപിതരായി ദൈവത്തെ മറുതലിച്ചു, ദൈവത്തിനെതിരായി സംസാരിച്ചു. എന്നിട്ടും അവരെയൊക്കെ ചേർത്ത് പിടിച്ച് ആ അവസ്ഥയിലും അവരെ സ്നേഹിച്ച് പരിപാലിച്ച ദൈവം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിന്റെ ഈ യാത്രയിൽ സ്വർഗത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് ദൈവരാജ്യത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് നമ്മൾ ഓരോരുത്തരും നിരന്തരം യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദൈവം അവിടുത്തെ സാന്നിധ്യമായിട്ട് മേഘസ്തംഭമായും അഗ്നിസ്തംഭമായിട്ടും പാറയിൽ നിന്ന് ജലം നൽകിക്കൊണ്ടും കാടപ്പക്ഷിയും മന്നയും നൽകിക്കൊണ്ട് ഇസ്രായേൽ ജനത്തിന്റെ കൂടെ നടന്നതുപോലെ തന്നെ ഇന്നും നമ്മളോടൊപ്പം ആ ദൈവം നിരന്തരം നടക്കുന്നുണ്ട്. നമുക്കറിയാം, ഓരോ ദിവസവും അവിടുത്തെ ശരീരം വച്ച് വിളമ്പിക്കൊണ്ട് അവിടുന്ന് നമ്മുടെ കൂടെ നടക്കുന്ന ദൈവമാണ്. വിശുദ്ധ കുർബാനയിലൂടെയും ആരാധനയിലൂടെയൊക്കെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട് സാന്നിധ്യമായിട്ട്. യെശയ്യാ പ്രവാചന പുസ്തകം 49-ാമത്തെ അധ്യായം 16-ാമത്തെ വാക്യത്തിൽ അവിടെ വചനം നമ്മളോട് പറയുകയാണ്, ഇതാ നിന്നെ ഞാൻ എന്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. നമ്മൾ ഓരോരുത്തരെയും തന്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്താൻ മാത്രം വിധം നമ്മളെ സ്നേഹിക്കുന്ന ദൈവത്തിന്റെ സ്നേഹം. ഉള്ളം കൈ ഒരു മനുഷ്യന്റെ മുഖത്തോട് ഏറ്റവും അടുത്ത് പിടിക്കാവുന്ന ശരീരത്തിന്റെ അവയവമാണ്, അല്ലെങ്കിൽ ഭാഗമാണ്. ഏറ്റവും ഭംഗിയായിട്ട് മുഖത്തോട് ചേർത്ത് നിർത്തി കാണാൻ സാധിക്കുന്ന ഭാഗവും ഉള്ളം കൈയാണ്. എല്ലാവരും ഉള്ളം കൈ വെളുത്തായിരിക്കും. ദൈവം പറയാണ്, നിന്റെ പേര് അവിടെ ഞാൻ രേഖപ്പെടുത്തിയിരിക്കുന്നു, നിന്നെ ഞാൻ അവിടെ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. എനിക്ക് എപ്പോഴും കാണുവാൻ, എപ്പോഴും നിന്നെ കുറിച്ച് ഓർക്കുവാൻ. അപ്പോൾ നമ്മൾ ഓരോരുത്തരെയും എപ്പോഴും കാണുകയും നമ്മളെ കുറിച്ച് ഓർക്കുകയും ആ ഓർമ്മയിൽ നിന്നുകൊണ്ട് നമ്മൾ ഓരോരുത്തരെയും നിരന്തരം സ്നേഹിക്കുകയും ചെയ്യുന്ന ആ ദൈവത്തിന്റെ സ്നേഹത്തെ കുറിച്ച് പ്രവാചകനിലൂടെ ദൈവമായ കർത്താവ് നമ്മളോട് പങ്കുവയ്ക്കുന്നു. ജെറമ്യാ പ്രവാചക പുസ്തകം 31-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യത്തിൽ വചനം നമ്മളോട് പറയുകയാണ്, വിദൂരത്തിൽ നിന്ന് കർത്താവ് അവന് പ്രത്യക്ഷനായി അരുളി ചെയ്തു, എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ്, നിന്നോടുള്ള വിശ്വസ്ത അചഞ്ചലവും. ദൈവം പറയാണ്, എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ്, അവസാനിക്കാത്തതാണ്, ഒരിക്കലും അവസാനിക്കുന്ന സ്നേഹമാണ് എന്റേത്. എന്നിട്ട് പറയാണ് നിന്നോടുള്ള വിശ്വസ്ത അചഞ്ചലവും. ഞാൻ പെട്ടെന്ന് ഓർക്കുന്ന ഒരു കാര്യം, 2013 ജൂലൈ വരെ ഞാൻ ഈ ലോകത്തിൽ ഓടിക്കൊണ്ടിരുന്ന വ്യക്തിയായിരുന്നു. ലോകത്തിന്റെ പ്രവണതകൾക്കനുസരിച്ച്, ജഡിക താല്പര്യങ്ങൾക്കനുസരിച്ച് എന്റെ ജീവിതത്തെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു. എന്നാൽ 2013 ജൂലൈ 13-ാം തീയതി കോട്ടയത്ത് വെച്ച് കൂടിയ ഒരു ധ്യാനത്തിൽ വെച്ച് ദൈവമായ കർത്താവ് അവിടുത്തെ സ്നേഹത്തിന്റെ അനുഭവം എന്റെ ജീവിതത്തിലേക്ക് ചൊരിഞ്ഞു. എന്റെ ചെറുപ്പകാലത്ത് എന്റെ മാതാപിതാക്കളിലൂടെ, എന്റെ ഗുരുമുഖന്മാരിലൂടെയൊക്കെ ഞാൻ അനുഭവിച്ച ആ ദൈവസ്നേഹത്തിന്റെ ആഴത്തിലേക്ക് ഒരു തിരിച്ചുവരവിനായിട്ട് ദൈവം എനിക്കൊരു അവസരം നൽകി. ആ ഒരു അവസരം ലഭിച്ചതുകൊണ്ടാണ് പിന്നീട് അങ്ങോട്ട്, അല്ലെങ്കിൽ ഇന്ന് വരെയുള്ള ജീവിതത്തിൽ ദൈവത്തിന്റെ കൂടെ ഇങ്ങനെ, അല്ലെങ്കിൽ ദൈവം എന്നോട് കൂടെ യാത്ര ചെയ്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെയൊക്കെ വന്നിരുന്ന് നിങ്ങൾ വചനം പ്രഘോഷിക്കാനുള്ള ഒരു അവസരം ലഭിച്ചത്. അപ്പൊ എന്റെ ജീവിതത്തിൽ മാറ്റമില്ലാത്ത, അവസാനിക്കാത്ത സ്നേഹം നൽകിക്കൊണ്ട് ഇന്നും ദൈവം നയിക്കുന്ന അവസരങ്ങൾ ഒത്തിരിയേറെ ഉണ്ട് നിരന്തരം. ഇപ്പോൾ ഇവിടെ ഇരിക്കുമ്പോഴും, ഈ ഒരു വചനം പ്രഘോഷിക്കാനായിട്ട് നിങ്ങളുടെ മുന്നിൽ ഇരിക്കുമ്പോഴും ആ ദൈവസ്നേഹത്തിന്റെ അനുഭവം എനിക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നു. കാരണം ഇങ്ങനെ ഒന്നും അറിയാൻ പാടില്ലാത്ത ഒരു വ്യക്തിയാണ്. ഇത്രയേറെ വാക്ചാതുര്യമൊന്നും എനിക്കില്ല, എനിക്ക് നല്ല ഉറപ്പുണ്ട്. പക്ഷേ ദൈവം, അവിടുത്തെ സാന്നിധ്യം, കൂടെയുള്ള അവസ്ഥ, ആ ദൈവം എന്റെ ഉള്ളിലിരുന്നുകൊണ്ട് അവിടുത്തെ പരിശുദ്ധാത്മാവിനോട് ഇത് ചെയ്യുമ്പോൾ ആ ദൈവസ്നേഹത്തിന്റെ ആഴവും സ്നേഹവും ഒക്കെ അനന്തതയൊക്കെ എനിക്ക് ഇവിടെ ഇരുന്ന് ഇപ്പോൾ പറയുമ്പോൾ അനുഭവിച്ചറിയാൻ സാധിക്കുന്നുണ്ട്. യെശയ്യാ പ്രവാചന പുസ്തകം 49-ാമത്തെ അധ്യായം 15-ാമത്തെ വാക്യത്തിൽ ദൈവം പറയുകയാണ്, മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാവുമോ? പുത്രനോട് പെറ്റമ്മ കരുണ കാണിക്കാതിരിക്കുമോ? അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. ഒരു അമ്മയ്ക്കും തന്റെ കുഞ്ഞിനെ മറക്കാനാകില്ല. നമ്മൾ ഒത്തിരിയേറെ വാർത്തകളിലും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ കാണാറുണ്ട്, അമ്മമാർ പല കുഞ്ഞുങ്ങളെയും ഗ്ലാസ് പൊട്ടിയിരിക്കുന്നു.
ഒരമ്മയ്ക്കും തന്റെ കുഞ്ഞുങ്ങളെ മറക്കാനാകില്ല എന്ന് വചനം പറയുകയാണ്. അമ്മമ്മയെ കൊന്നുകളയാനാകും, ഉപേക്ഷിക്കാനാകും, എന്നാൽ ഒരിക്കലും മറക്കാൻ കഴിയുകയില്ല. പുത്രനോട് പെറ്റമ്മ കരുണ കാണിക്കാതിരിക്കും. ഓരോ അമ്മയ്ക്ക് കരുണ കാണിക്കാതിരിക്കാൻ പറ്റില്ല. ചിലപ്പോൾ അവൾ കാണിക്കാതിരിക്കാം, ചിലപ്പോൾ അവൾ മറന്നു പോയേക്കാം എന്നാ ദൈവം പറയുന്നത്. അങ്ങനെയൊക്കെ സംഭവിച്ചാലും ഞാൻ നിന്നെ മറക്കുകയില്ല. നമ്മൾ ഓരോരുത്തരെയും മറക്കാതെ നാം കണ്ടു. തന്റെ ഉള്ളം കൈയിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന ദൈവം മറക്കാതിരിക്കാൻ തന്റെ ഹൃദയത്തിൽ രേഖപ്പെടുത്തിയ, കാരണം നമ്മൾ ഓരോരുത്തരെയും ദൈവത്തിന് മറക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ ഹൃദയത്തിൽ ജന്മമെടുത്ത ആ ഓരോ മക്കളെയും, ഈ ലോകത്തിൽ ഒരാളെയും ദൈവത്തിന് മറക്കാൻ കഴിയുകയില്ല. ഈ രാത്രി യാമത്തിൽ ദൈവം പറയാണ്, ഞാൻ നിന്നെ മറന്നിട്ടില്ല, ഞാൻ നിന്നെ മറക്കുകയില്ല, ഞാൻ നിന്നെ അത്രയേറെ സ്നേഹിക്കുന്ന ദൈവമാണ്, ഞാൻ സ്നേഹമാണ് എന്ന്. നമ്മളെ സ്നേഹിക്കുന്ന, പരിപാലിക്കുന്ന അമ്മയെക്കാളധികം നമ്മൾ ഓരോരുത്തരെയും സ്നേഹിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം നമ്മളോട് കൂടെയുണ്ട്. മാതാപിതാക്കൾ മക്കളെ സ്നേഹിക്കുന്നതിലും അധികമായി ദൈവം നമ്മെ സ്നേഹിക്കുന്നു. എങ്ങനെയാണ് മാതാപിതാക്കൾ മക്കളെ സ്നേഹിക്കുന്നത് എന്ന് ആണ് നാം ഒന്ന് കാണാൻ പോകുന്നത്. അതിന്റെ ഒന്നാമത്തെ ഒരു വിധം എന്ന് പറയുന്നത്, ഒത്തിരിയേറെ കാര്യങ്ങളിലൂടെയാണ് മാതാപിതാക്കൾ മക്കളെ സ്നേഹിക്കുന്നത്. 2-3 കാര്യങ്ങൾ നമ്മളൊന്ന് പറഞ്ഞു പോവുകയാണ്. അതിൽ ഒന്നാമത്തെ ഒരു കാര്യം, കരങ്ങളിലെടുത്ത് മാറോട് ചേർത്ത് പിടിച്ച് മുത്തം നൽകി സ്നേഹിക്കുന്നു. നമ്മുടെ ചെറുപ്പകാലങ്ങളിലേക്ക് കടന്നുപോയാൽ നമുക്കറിയാം, നമ്മുടെ മാതാപിതാക്കൾ എത്രമാത്രം നമ്മളെ എത്രയോ പ്രാവശ്യം നമ്മളെ കരങ്ങളിൽ എടുത്ത് എന്തോരം മുത്തം നൽകിയാണ് നമ്മളെ വളർത്തിയിട്ടുള്ളത്. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ ശുശ്രൂഷകൾക്കായിട്ട് അല്ലെങ്കിൽ പോകണ സമയത്ത് എന്റെ അപ്പന്റെ അമ്മയുടെ അടുത്ത് ചെന്ന് നിന്ന് പ്രാർത്ഥിക്കും. അപ്പനും അമ്മയും തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് ഞാൻ മുട്ടുകുത്തിയേക്കും, അവർ പ്രാർത്ഥിക്കും. എണീറ്റ് നിൽക്കുമ്പോൾ 2 ആളും എന്റെ കവളത്ത് ഉമ്മ നൽകും. എന്നിട്ടാണ് ഓരോ ശുശ്രൂഷയ്ക്കും എന്നെ പറഞ്ഞയക്കാറുള്ളത്. ഇന്നും ഈ 45 വയസ്സ് തികഞ്ഞു നിൽക്കുമ്പോഴും എന്നെ ഇപ്പോഴും അവർ മുത്തം നൽകി സ്നേഹിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നമുക്കറിയാം, നമ്മുടെ മക്കൾക്ക് എന്തോരം മുത്തമാണ് നമുക്ക് നൽകിയിട്ടുണ്ട്. കരങ്ങളിലെടുത്ത്, എനിക്ക് ഏഴാമത്തെ കുഞ്ഞ് ഇപ്പൊ പ്രഗ്നന്റ് ആണ്. 7ാമത്തെ കുഞ്ഞിന് 6 കുഞ്ഞുങ്ങൾ. അവരെയും നമുക്ക് എത്രയോ പ്രാവശ്യം, ഒരു ദിവസം തന്നെ എത്രയോ പ്രാവശ്യമാണ് അവരെ കരങ്ങളിലെടുത്ത് കൊടുക്കാറുണ്ട്. ചെറിയ കുട്ടികളൊക്കെ, വലിയവരെ ഇപ്പൊ കരങ്ങളിലെടുക്കാറില്ല, കുറവാണ്. എങ്കിലും അവരെ ചേർത്ത് പിടിച്ച് എത്രയോ ഉമ്മകളാ. അവർ ക്ലാസ്സിലേക്ക് പോകുമ്പോഴും ക്ലാസ് വിട്ട് വരുമ്പോഴും ഒക്കെ, രാത്രി അവർ കിടക്കുന്നു, ഉറങ്ങാൻ പോകുന്നു, രാവിലെ എണീറ്റ് വരുമ്പോഴൊക്കെ എത്രയോ മാത്രം മുത്തങ്ങളാണ് നൽകാറുള്ളത്. അപ്പോൾ അവിടെ വചനം നമ്മളോട് പറയാണ്, ഹോസിയ പ്രവാചകന്റെ പുസ്തകം 11-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ വചനത്തിലൂടെ ദൈവം പറയാണ്, ഞാൻ അവരെ എന്റെ കരങ്ങളിൽ എടുത്തു. യേശയ്യാ പ്രവചനം 40:11 പ്രവാചകനിലൂടെ ദൈവം പറയുന്നു, അവിടുന്ന് ആട്ടിൻ കുട്ടികളെ കരങ്ങളിൽ ചേർത്ത് മാറോടണച്ച് തള്ളയാടുകളെ സാവധാനം നയിക്കുന്നു. നമ്മൾ ഓരോരുത്തരെയും കരങ്ങളിലെടുത്ത് ചേർത്ത് പിടിച്ച് മുത്തം നൽകി സ്നേഹിക്കുന്ന ദൈവത്തിന്റെ സ്നേഹത്തെ കുറിച്ച് പ്രവാചകന്മാരിലൂടെ ദൈവമായ കർത്താവ് നമ്മോട് പങ്കുവയ്ക്കുകയാണ്. ഇവരുടെ ഓരോ ദിവസവും വിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ, ആ വിശുദ്ധ കുർബാന നമ്മുടെ കരങ്ങളിൽ വരുമ്പോൾ, ദൈവമായ കർത്താവിനെ നാം ഓരോരുത്തരും നമ്മുടെ നാവിലേക്ക് വയ്ക്കുമ്പോൾ തീർച്ചയായും ആ ദൈവമായ കർത്താവ് നമ്മൾ ഓരോരുത്തരെയും ചുംബിക്കുന്നുണ്ട്. നമ്മളെയൊക്കെ സ്നേഹത്തോടെ വാരിപ്പിടർന്നുകൊണ്ട് നമ്മൾ കൂടെ ആയിരിക്കാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരെയും നമ്മുടെ ശരീരത്തിലെ ചുണ്ടുകളിൽ മാത്രമല്ല, നെറ്റിയിൽ മാത്രമല്ല, ശരീരത്തിലെ അവിടുത്തെ കടന്നു ചെല്ലുന്ന ആ രക്തത്തിലൂടെ കടന്നു ചെല്ലുന്ന ഓരോ ഇടങ്ങളിലും ദൈവമായ കർത്താവ് നമ്മളെ ചുംബിക്കുന്നുണ്ട്, സ്നേഹം കൊണ്ട് വാരി പുണരുന്നുണ്ട്. ആ ദൈവത്തെ കുറിച്ചാണ്, ദൈവത്തിന്റെ സ്നേഹത്തെ കുറിച്ചാണ് വിശുദ്ധ ബൈബിൾ പ്രവാചകന്മാരിലൂടെയൊക്കെ നമ്മൾ പറഞ്ഞു വെക്കുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, രണ്ടാമത്തെ ഒരു വിധം എന്ന് പറയുന്നത്, സ്വയം നടക്കാൻ കഴിവുള്ളവർ ആകുന്നത് വരെ കൈപിടിച്ചു നടത്തി സ്നേഹിക്കുന്നു. ഇവിടെ സ്നേഹമുള്ളവർക്കാണ് കൈപിടിച്ച് നടത്താൻ സാധിക്കുക. നമ്മുടെ മക്കളെയൊക്കെ എത്രമാത്രം നമ്മൾ കൈപിടിച്ച് നടത്തിയിട്ടുള്ളത്. ആ കൈപിടിച്ച് നടത്താനാകണമെങ്കിൽ നാം അവരുടെ പൊക്കത്തിലേക്ക് നാം ഒന്ന് കുനിയണം. ചിലപ്പോൾ നടുവേദന എടുക്കും. നമ്മുടെ മാതാപിതാക്കൾ അത്രയേറെ വേദന സഹിച്ചും ഒത്തിരിയേറെ ത്യാഗം സഹിച്ചുമാണ് നമ്മുടെ കൈ പിടിച്ച് നമ്മൾ നടത്താൻ പഠിപ്പിച്ചിട്ടുള്ളത്. അവർ നടത്താൻ പഠിപ്പിച്ചതുകൊണ്ടാണ് ഇന്ന് ഇങ്ങനെ ആയിരിക്കാനൊക്കെ ആയിട്ട് നമുക്ക് സാധിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ മാതാപിതാക്കൾ എത്രമാത്രം ത്യാഗവും സ്നേഹവുമാണ് നമ്മളെ ഇങ്ങനെ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചിട്ടുള്ളത്. ഹോസിയ പ്രവാചകന്റെ പുസ്തകം 11-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യത്തില് അവിടെ വചനം പറയുന്നു, എഫ്രായിമിനെ നടക്കാൻ പഠിപ്പിച്ചത് ഞാനാണ്. യെശയ്യാ പ്രവചനം 30:21 നാം വീണ്ടും വായിക്കുന്നു, നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിന്റെ കാതുകൾ പിന്നിൽ നിന്ന് ഒരു സ്വരം ശ്രവിക്കും, ഇതാണ് വഴി, ഇതിലെ പോവുക. നമ്മളെ വഴി നടക്കാൻ പഠിപ്പിക്കുന്ന, ശരിയായ വഴിയിലൂടെ നമ്മളെ വഴി തിരിച്ചുവിടുന്ന, താനാകുന്ന വഴിയിലൂടെ നടക്കാൻ പഠിപ്പിക്കുന്ന
ആ ദൈവത്തിന്റെ സ്നേഹത്തെ കുറിച്ച് വചനം നമ്മളോട് പങ്കുവെക്കുന്നു. മൂന്നാമത്തെ മാതാപിതാക്കൾ സ്നേഹിക്കുന്ന ഒരു വിധം എന്ന് പറയുന്നത് സ്വയം ഭക്ഷണം കഴിക്കാൻ കഴിവുള്ളവരാകുന്നവരെ ഭക്ഷണം വാരി വായിൽ വെച്ച് നൽകി സ്നേഹിക്കും. നമുക്കറിയാവുന്നത് പോലെ കുഞ്ഞുമക്കൾക്ക് ഭക്ഷണം സ്വയം വാരി കഴിക്കാൻ പറ്റാത്ത പ്രായത്തിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. നമുക്കും നമ്മുടെ മാതാപിതാക്കൾ നിരന്തരം വാരി തന്ന് പഠിപ്പിച്ചതുകൊണ്ടാണ് നമുക്ക് ഇന്ന് ഭക്ഷണം കഴിക്കാൻ ആകുന്ന വിധത്തിലേക്ക് നമ്മൾ ഓരോരുത്തരും എത്തിയത്. ഹോശേയ പ്രവചന പുസ്തകം 11:4 ദൈവം പറയുന്നു, ഞാൻ കുനിഞ്ഞ് അവർക്ക് ഭക്ഷണം നൽകി. തന്നെ ഓരോ ദിവസവും പങ്കുവെച്ച് ഭക്ഷണമായി, നിത്യജീവന്റെ അപ്പമായിട്ട്, നമ്മുടെ ആത്മാവിന് പോഷണമായി, ശരീരത്തിന് ഉണർവായി നമുക്ക് നൽകുന്ന ആ ദൈവത്തിന്റെ സ്നേഹത്തെ നമ്മുടെ ജീവിതത്തിന് അനുഭവമാണ് നിരന്തരം. അപ്പോൾ ഓരോ ദിവസവും നാം വിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ ആ ദൈവം നൽകുന്ന ഭക്ഷണം ഇസ്രായേൽ ജനത്തെ വിമോചനത്തിലേക്ക് നയിച്ചപ്പോൾ നിരന്തരം അവർക്ക് മന്ന നൽകിയതുപോലെ നമ്മുടെ സ്വർഗീയ യാത്രയിൽ, സ്വർഗരാജ്യത്തിലേക്ക് യാത്രയിൽ ദൈവം തന്നെ തന്റെ ശരീരത്തെ ഭക്ഷണമായിട്ട് നൽകുന്ന അവസ്ഥ. ഇവിടെ നമ്മുടെ ഉള്ളിലേക്ക് കടന്ന ഒരു ചോദ്യമുണ്ട്, ദൈവം ആരെയാണ് ഏറ്റവും അധികം സ്നേഹിക്കുന്നത്? നന്മ ചെയ്യുന്നവരെയാണോ? പാപികളെയാണോ? പാപത്തിൽ നിന്ന് പിന്തിരിയുന്നവരെയാണോ? അതേ ഒരിക്കലും പാപം ചെയ്യാത്തവരെയാണോ? ഇവിടെ ഒരു ഉത്തരമേ ഉള്ളൂ, ദൈവം എല്ലാവരെയും, ഈ ലോകത്തിലെ സകലരെയും ഒരുപോലെ മാത്രമാണ് സ്നേഹിക്കുന്നത് എന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ ഫ്രത്തിലെ തൂത്തി എന്ന തന്റെ ചാക്രിക ലേഖനത്തിൽ 2020 ഇറക്കിയ ചാക്രിക ലേഖനത്തിൽ അവിടെ പറയുന്ന അതിന്റെ ആശയം ഇതാണ്: എല്ലാവരും സഹോദരങ്ങളാണ്. ദൈവത്തിന്റെ മകനും മകളുമായിട്ട് ദൈവത്തിൽ ചായലും സാദൃശ്യത്തിലും സൃഷ്ടിപ്പെട്ട് ഈ ഭൂമിയിൽ വന്ന എല്ലാവരും സഹോദരങ്ങളാണ്. ഇന്നലെ ഉണ്ടായിരുന്നവരും ഇപ്പോൾ ഉള്ളവരും ഇനി വരാനിരിക്കുന്നവരും സഹോദരങ്ങളാണെന്ന് പാപ്പ നമ്മളോട് പറഞ്ഞു വയ്ക്കുകയാണ്. ലൗദാത്തെ സി എന്ന് പറയുന്ന 2015 ഇറക്കിയ ചാക്രിക ലേഖനത്തിൽ പാപ്പ പറയുകയാണ്, ഭൂമി നമ്മുടെ പൊതുഭവനമാണ്, അതിന്റെ പരിചരണം നമ്മുടെ ഓരോരുത്തരും ഉത്തരവാദിത്തമാണ്, കടമയാണ്. അപ്പോൾ ഇന്നലെയുള്ളവരും ഇന്നുള്ളവരും നാളെ വരാൻ പോകുന്നവരും നമ്മുടെ സഹോദരങ്ങളാണെങ്കിൽ അവർക്ക് കൂടി അനുഭവിക്കാനുള്ളതാണ് ഈ ഭൂമിയിലെ ഓരോ സൗകര്യങ്ങളും എല്ലാം. അപ്പോൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ അനേകർ നമുക്ക് കരുതി വെച്ച് നമുക്ക് അതെല്ലാം പകർന്നു നൽകിയതുപോലെ ഈ ഭൂമിയെ നശിപ്പിക്കാതെ അവയെ പരിപാലിച്ചുകൊണ്ട് വരും തലമുറയ്ക്ക് കൂടി പകർന്നു കൊടുക്കുന്ന ഒരു സ്നേഹം നമ്മുടെ ഉള്ളിലുണ്ടാകണം. അതുണ്ടാകണമെന്ന് പാപ്പ ഈ ദൈവത്തിന്റെ ഇങ്ങനെയുള്ള വ്യക്തിപരമായ വ്യവസ്ഥകളില്ലാതെ ആയിരിക്കുന്ന അവസ്ഥയിലുള്ള സ്നേഹം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണമെന്ന് പാപ്പ നമ്മളെ ഓർപ്പിക്കുകയാണ്. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 29:11 കർത്താവ് പറയുകയാണ്, ഒരു പദ്ധതിയെ കുറിച്ച് പറയാണ്. കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളെ കുറിച്ചുള്ള പദ്ധതി എന്റെ മനസ്സിലുണ്ട്. നിങ്ങളുടെ നാശത്തിനല്ല, ക്ഷേമത്തിലുള്ള പദ്ധതിയാണത്. നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. നമ്മളൊക്കെ പദ്ധതികൾ വിഭാവന ചെയ്യാറുണ്ട്, പലപ്പോഴും അത് പൊട്ടിപ്പോകാറുണ്ട്. എന്നാൽ ദൈവം പറയുകയാണ്, നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി, നിങ്ങളുടെ ക്ഷേമത്തിലുള്ള പദ്ധതി, അത് എന്റെ കയ്യിലാണ്. ആ പദ്ധതികളാണ് നിങ്ങൾ തിരിച്ചറിയും, അതിനനുസരിച്ചാണ് നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ ക്രമീകരിക്കേണ്ടതെന്ന് ദൈവമായ കർത്താവ് പറയുകയാണ്. ആ പദ്ധതിയിലൂടെ കർത്താവ് നമ്മൾ പറയുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 15:12 പറയുകയാണ്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കും. ഇതാണ് ദൈവത്തിന്റെ വലിയ പദ്ധതി. ദൈവത്തിന്റെ സ്നേഹം നിരന്തരം നമ്മൾ ഓരോരുത്തരും ഇവിടെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും അനുഭവിക്കണമെന്നും അത് മറ്റുള്ളവരുമായിട്ട് പങ്കുവെച്ചു കൊടുക്കണമെന്നും ദൈവം ആഗ്രഹിക്കുകയാണ്. ഞാൻ പെട്ടെന്ന് ഒന്ന് ഓർക്കുന്ന ഒരു കാര്യം, 2014 പവർ ഇവാഞ്ചലൈസേഷൻ എന്ന് പറയുന്ന വലിയൊരു പ്രോഗ്രാം ക്രിസ്ത്യൻ മിനിസ്ട്രി സംഘടിപ്പിച്ചതാണ്. അത് ഡിവൈനിൽ വെച്ച് നടക്കുമ്പോൾ 1500 മുകളിൽ ആൾക്കാർ അത് പങ്കെടുത്തു. അതിൽ ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി, ശുശ്രൂഷ എന്ന് പറയുമ്പോൾ വോളണ്ടിയർ ആയിട്ട് ഞാനൊക്കെ അവിടെ ശുശ്രൂഷ ചെയ്യുന്നുണ്ടായിരുന്നു. അതിനിടയിൽ ബഹുമാനപ്പെട്ട നായിക്കാൻപറമ്പിൽ അച്ഛൻ അവിടെ കടന്നു വന്ന് 1/2 മണിക്കൂർ ടോക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളൊക്കെ ശുശ്രൂഷ ചെയ്യുന്നവരൊക്കെ പുറകിൽ ഇങ്ങനെ ചാരി നിൽക്കുന്നുണ്ടായിരുന്നു, എന്തെങ്കിലും ആവശ്യമൊന്ന് പെട്ടെന്ന് പോകാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പൊ അച്ഛന്റെ വചനം കേട്ട് ഞങ്ങൾ ഇരിക്കുന്ന സമയത്ത് ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് അച്ഛൻ പറയാണ്, ഒരു വ്യക്തിയെ ദൈവം വചനം പ്രഘോഷിക്കാൻ വിളിക്കുന്നുണ്ട് എന്ന് പറയാണ്. അപ്പൊ അതിന് തൊട്ട് മുമ്പ് ഞാൻ അടുത്തിരുന്ന ചേട്ടനോട് പറയുന്നുണ്ട്, ചേട്ടാ എന്റെ ഷോൾഡർ ഭയങ്കരമായിട്ട് വേദന എടുക്കുന്നുണ്ട്, എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല, എന്താണെന്നൊരു പിടുത്തമില്ല. അപ്പൊ ആ ചേട്ടൻ പറഞ്ഞു, കസേര നീക്കിയിട്ട് വന്നിട്ട് ചേട്ടൻ പറഞ്ഞു, നീ ഇവിടെ ഇരിക്കി, അത്രയും വേദന ഉണ്ടെങ്കിൽ നീ ഇരിക്കുക, കാരണം നിൽക്കണ്ട, ഇത്രയും നേരം ഓടി നടന്നതല്ലേ എന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛൻ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് വീണ്ടും അച്ഛൻ പറയുകയാണ്, അതിനുള്ളൊരു അടയാളമുണ്ട്, ആ വ്യക്തിയുടെ 2 ഷോൾഡറും നന്നായിട്ട് വേദന എടുക്കുന്നുണ്ട്, ദൈവം ആ വ്യക്തിയെ സ്പർശിക്കുന്നുണ്ട് എന്നും. ഇവിടെ എന്റെ അടുത്തിരുന്ന ചേട്ടൻ പറയണം, എനിക്കത് മനസ്സിലായില്ല പെട്ടെന്ന്. പക്ഷെ അടുത്തിരുന്ന ചേട്ടൻ എന്നോട് പറയുകയാണ്, ജെനി നിന്നെയാണ് ദൈവം വിളിക്കുന്നത് വചനം പ്രഘോഷിക്കാൻ. അതുവരെ എന്റെ ജീവിതത്തിൽ സ്റ്റേജിന് പുറകിൽ നിൽക്കാൻ മാത്രം ആഗ്രഹിച്ചു. അതിനുശേഷവും ഞാൻ ഇന്നോളം ആഗ്രഹിച്ചിട്ടുള്ള മുഴുവൻ അത് തന്നെയാണ്, സ്റ്റേജിന് പുറകിലുള്ള പരിപാടികൾ മുഴുവൻ ചെയ്യണമെന്നുള്ളത്. എന്നാൽ ഇന്ന് ഇവിടെ ഇരുന്ന് നിങ്ങളോട് വചനം പ്രഘോഷിക്കുമ്പോൾ അല്ലെങ്കിൽ വചനം പങ്കുവയ്ക്കുമ്പോൾ ഞാൻ ഉറപ്പ് പറയുന്ന, വ്യക്തിപരമായിട്ട് അന്ന് എന്നെ ദൈവം വിളിച്ചു. ഒരു വ്യവസ്ഥയും കാണിച്ചില്ല, ലോകത്തിൽ ഓടിക്കൊണ്ടിരുന്ന എന്നോട് ഒരു വ്യവസ്ഥയും കാണിക്കാതെ
എന്നെ ഇന്നോളം പരിശീലിപ്പിച്ച് ഈ ഒരു അവസ്ഥയിലേക്ക് ദൈവം എന്നെ എത്തിച്ചു. ഇവിടെ ദൈവത്തിന്റെ വ്യക്തിപരമായിട്ട് വ്യവസ്ഥകളില്ലാതെ ആയിരിക്കുന്ന അവസ്ഥയുള്ള സ്നേഹം എന്റെ ജീവിതത്തിൽ ഞാൻ ഇന്നോളം അനുഭവിക്കുന്നു. ഞാൻ പറയുന്നു, നിങ്ങൾക്ക് ഓരോരുത്തർക്കും ആ സ്നേഹം നിരന്തരം അനുഭവിക്കാൻ സാധിക്കും. അത് പങ്കുവയ്ക്കാനുള്ള സ്നേഹമാണ്. ആ സ്നേഹം നമ്മുടെ ജീവിതത്തിലൂടെ നിരന്തരം പങ്കുവയ്ക്കണം. ഞാൻ വീണ്ടും ഓർക്കുകയാണ്, നമ്മുടെ വിശുദ്ധ മാർഗറ്റ് അലക്കോക്ക്, ആ പുണ്യവതിയുടെ ജീവിതത്തിലെ ഒരു വാക്ക് പറയുന്നത് ഇങ്ങനെയാണ്. അവിടെ ദൈവം അവിടെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട്, അല്ലെങ്കിൽ ആ മകൾക്ക് നൽകുന്ന മെസ്സേജ് ഇതാണ്: എന്റെ മകളെ, നിന്റെ നെടുവീർപ്പുകൾ ഞാൻ കേട്ടു, നിന്റെ ഹൃദയാഭിലാഷങ്ങൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. സ്നേഹത്തിന്റെ ഈ കുദാശ, വിശുദ്ധ കുർബാനയെ കുറിച്ച് പറയുന്നത്, ഞാൻ സ്ഥാപിച്ചില്ലായിരുന്നുവെങ്കിൽ നിന്നെ പ്രതി ഞാൻ അതിപ്പോൾ ചെയ്യുമായിരുന്നു, നിന്റെ ഹൃദയത്തിൽ സ്നേഹത്തോടെ വിശ്രമിക്കുന്നതിന്. ദൈവമായ കർത്താവിന്റെ സ്നേഹത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ മാത്രമാണ് ഈ ലോകത്തുള്ളത് ആയിരുന്നെങ്കിലും, നിങ്ങൾ ഓരോരുത്തർ മാത്രമാണ് ഈ ലോകത്തുണ്ടായിരുന്നെങ്കിലും, പുണ്യവതികൾ പറഞ്ഞതുപോലെ ദൈവം പറയും, നിനക്ക് വേണ്ടിയിട്ട് ഞാൻ വിശുദ്ധ കുർബാനയായിട്ട് തീരുമായിരുന്നു എന്ന്. കൊച്ചുലേസ്യ പുണ്യവതിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, സ്നേഹത്തിന് വേണ്ടിയിട്ട്, ആ സ്നേഹം അനുഭവിച്ച സ്നേഹം പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ട് അനേകർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അനേകരെ മാനസാന്തരത്തിലേക്ക് കൊണ്ടുവന്ന ഒരു വിശുദ്ധിയാണ്. മദർ തെരേസയുടെ ജീവിതത്തിലേക്ക് കടന്നു നമുക്ക് കാണാൻ സാധിക്കും, യേശു പറഞ്ഞ സ്നേഹം അനേകരുടെ ജീവിതത്തിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് പങ്കുവെച്ചു കൊടുത്തുകൊണ്ട് അനേകരെ ദൈവത്തിന്റെ സ്നേഹത്തിലേക്ക് കൊണ്ടുവന്ന ആ സ്നേഹത്തിന്റെ ഒരു വ്യക്തിയായിരുന്നു മദർ തെരേസ എന്ന് പറയുന്ന വിശുദ്ധ. ദൈവം നമ്മളോട് പറയുകയാണ്, ദൈവം എന്നെ വ്യക്തിപരമായിട്ട് വസ്തുക്കളില്ലാതെ ഞാൻ ആയിരിക്കുന്ന എൻ അവസ്ഥയിൽ തന്റെ സർവശക്തിയോടും കൂടെ എന്നെ അവിടെ സ്നേഹിക്കുന്നു. എന്റെ ദൈവത്തിന്റെ ഒരു ആഗ്രഹം പങ്കുവയ്ക്കാണ്. ആ സ്നേഹം ഞാൻ അനുഭവിച്ചറിയണമെന്നും മറ്റുള്ളവരുമായി പങ്കുവെച്ച് ദൈവരാജ്യ സ്നേഹാനുഭവത്തിൽ ജീവിക്കണമെന്നും ദൈവം ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നാം ഇത്രയും നേരം കേട്ട ദൈവത്തിന്റെ സ്നേഹം, നമ്മൾ അനുഭവിക്കുന്ന ആ ദൈവത്തിന്റെ സ്നേഹം നമുക്ക് മാത്രം അനുഭവിക്കാനുള്ളതല്ല, ഈ ലോകത്തിൽ സകലരുമായിട്ട് പങ്കുവെച്ച്, എന്റെ കുടുംബത്തിൽ, ഞാനായിരിക്കുന്ന ഇടങ്ങളിൽ, ഈ ലോകമുള്ള സകലരോടും പങ്കുവെച്ച് ദൈവരാജ്യത്തിന്റെ അനുഭവത്തിൽ നിരന്തരം ജീവിക്കേണ്ട വ്യക്തികളാണ് നാം ഓരോരുത്തരുമെന്ന് വചനം നമ്മളോട് പങ്കുവെക്കുന്നു. നിങ്ങൾ ഓരോരുത്തരും ആയിരിക്കുന്ന അവസ്ഥയിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾ ഈ ദൈവത്തിന്റെ സ്നേഹം അനുഭവിച്ച് പങ്കുവെക്കണം. അതിന് നമ്മൾ നിരന്തരം അർപ്പിക്കുന്ന വിശുദ്ധ ബലിയിലൂടെയും ദിവ്യാരണ ആരാധനയിലൂടെയൊക്കെ ഈ ദൈവത്തിന്റെ സ്നേഹം, വചനം വായിക്കുന്നതിലൂടെയൊക്കെ ദൈവത്തിന്റെ സ്നേഹം നമുക്ക് ആഴത്തിൽ അനുഭവിക്കാൻ സാധിക്കും. അത് നമ്മുടെ ജീവിതത്തിന്റെ നന്മ പ്രവർത്തികളിലൂടെയും മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിലൂടെയും അത് പങ്കുവെച്ചു കൊടുക്കാനായിട്ട് സാധിക്കും. നിരന്തര പ്രാർത്ഥനയിലൂടെ ദൈവത്തിന്റെ സ്നേഹം നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. ആ സ്നേഹം മധ്യസ്ഥ പ്രാർത്ഥന, മറ്റുള്ളവർക്കിടയിൽ മാധ്യസ്ഥ, ദൈവത്തിന് മുമ്പിൽ മാധ്യസ്ഥം പ്രാർത്ഥിക്കുന്നതിലൂടെ അനേകരുടെ ജീവിതത്തിലേക്ക് അത് പകർന്നു കൊടുക്കാൻ നമുക്ക് സാധിക്കും. നമുക്ക് നമ്മുടെ കണ്ണുകളൊന്ന് അടയ്ക്കാം. ദൈവത്തിന്റെ സ്നേഹത്തെ കുറിച്ച് നമുക്കൊന്ന് ഓർക്കാം. നിരന്തരം നമ്മളെ സ്നേഹിക്കുന്ന, മാറ്റമില്ലാതെ സ്നേഹിക്കുന്ന, വ്യവസ്ഥയില്ലാതെ സ്നേഹിക്കുന്ന ആ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ജീവിതത്തിൽ നിരന്തരം അനുഭവിക്കാനും അത് മറ്റുള്ളവരെ പങ്കുവയ്ക്കാനുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അതിനായിട്ട് നിങ്ങൾ ഓരോരുത്തരെ അനുഗ്രഹിക്കട്ടെ. ആമീൻ. താങ്ക് യു ജെന്നി, നല്ലൊരു ക്ലാസ് നൽകി ഞങ്ങളെ ഇത്രമാത്രം ദൈവത്തിന്റെ സ്നേഹത്തെ പറ്റി അറിയിക്കുകയും ഞങ്ങളെ ഓർമ്മപ്പെടുത്തുകയും പഠിപ്പിക്കുകയും ചെയ്തതിന് ഒത്തിരി നന്ദി. ടെസ്റ്റിമണി പറയാനായിട്ട് നിത്യയെ ക്ഷണിക്കുന്നു കേട്ടോ. ദൈവസ്നേഹമായിട്ട് ബന്ധപ്പെട്ട ടെസ്റ്റിമണി പറയണ നമ്മുടെ ജസീന്ത ആന്റി എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പൊ ഞാൻ ഇങ്ങനെ ഓർക്കുമായിരുന്നു, ശരിക്കും ചിന്തിച്ചു നോക്കുവാണെങ്കിൽ എന്തുവാ, ഈശോ നമുക്ക് ഓരോരുത്തർക്കും, അല്ലെ, നമുക്ക് ദൈവമായ കർത്താവ് നമുക്ക് ജന്മം നൽകുന്ന ദൈവസ്നേഹത്തിൽ നിന്നാണ്. നമുക്ക് ഓരോരുത്തർക്കും നമ്മൾ ദൈവസ്നേഹത്തിൽ നിന്നാ നമ്മൾ ഓരോരുത്തരും ജനിച്ചത്. അപ്പന്റെയും അമ്മയുടെയും കർത്താവിലുള്ള ഐക്യത്തിൽ, ആ ഒരു സ്നേഹത്തിൽ നിന്നാണ് നമ്മൾ ഓരോരുത്തരും രൂപം എടുത്തത്. ആ ഒരു, എനിക്ക് ശരിക്കും തോന്നി ആ ഒരു കാര്യം പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്നത്, ആ ദൈവസ്നേഹം, ഒത്തിരി സ്നേഹമുള്ള ഒരു അപ്പയും അമ്മയുടെയും കുഞ്ഞായിട്ട് ജനിക്കാൻ പറ്റിയത് എനിക്ക് ഏറ്റവും ഭാഗ്യമായിട്ട് തോന്നുന്ന, ഒരുപാട് സ്നേഹമുള്ള മാതാപിതാക്കൾക്ക് ജനിക്കാൻ പറ്റി. ഞാൻ ആ സങ്കീർത്തനം 22:9-10 വരെയുള്ള വാക്യങ്ങൾ പറയുന്നുണ്ട്. അവിടുന്നാണ് മാതാവിന്റെ ഉദരത്തിൽ നിന്ന് എന്നെ പുറത്തു കൊണ്ടുവന്നത്, മാതാവിന്റെ മാറിടത്തിൽ എനിക്ക് സുരക്ഷിതത്വം നൽകിയതും അവിടുന്ന് തന്നെ. അങ്ങയുടെ കൈകളിലേക്കാണ് ഞാൻ പിറന്നു വീണത്, മാതാവിന്റെ ഉദരത്തിൽ ആയിരിക്കുമ്പോൾ മുതൽ അവിടുന്നാണ് എൻ്റെ ദൈവം. അപ്പം മാതാവിന്റെ ഉദരത്തിൽ ആയിരിക്കുമ്പോ തൊട്ട് ആ ഒരു കർത്താവിന്റെ സ്നേഹത്തിൽ ആണ് ഉരുവായത്, അല്ലെങ്കിൽ ആ ഒരു സ്നേഹത്തിലാണ്
ഭൂമിയിലേക്ക് വന്നു എന്ന് പറയുന്നത് എന്തോരം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ശരിക്കും ഞാൻ അതിങ്ങനെ ഓർക്കുമായിരുന്നു. ഒത്തിരി ആ ഒരു ജോയ്, ഒരുപാട് ഒരു ഹെവൻലി ആയിട്ടുള്ള ഒരു നല്ല വീട്ടിൽ ഒത്തിരി ആനന്ദത്തോടെ വളർന്നു വരാൻ പറ്റി. ആ ഒരു പ്രസൻസ്, ശരിക്കും ആ ഒരു സ്നേഹവും സാമീപ്യമൊക്കെ അപ്പയിലും അമ്മയുടെ കൂടെ ഒത്തിരി അനുഭവിച്ചറിയാൻ പറ്റി. എന്റെ സഹോദരങ്ങളിലൂടെ എനിക്ക് മൂത്തൊരു ചേട്ടനും ചേച്ചിയാ ഉള്ളത്. അതുപോലെ തന്നെ ഞാനൊരു 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഞങ്ങളുടെ അപ്പച്ചനും അമ്മച്ചിയും നാട്ടിൽ നിന്ന് ഞങ്ങളുടെ കൂടെ താമസിക്കാൻ കൊണ്ടുവന്നേ. അപ്പൊ ആ ഒരു സമയത്താണെങ്കിൽ കുറെ ഇങ്ങനെ എന്താ പറയാ, കുറെ അഡ്ജസ്റ്റ്മെന്റ് ഡിഫിക്കൽട്ടീസ് ഒക്കെ ഉണ്ടായിരുന്നു വീട്ടിൽ. ആ സമയത്തൊക്കെ അമ്മ, ശരിക്കും പറഞ്ഞ അമ്മച്ചിയായിട്ടുള്ള ആ ഒരു പെരുമാറ്റത്തിലൊക്കെ ഒരുപാട് എന്താ സ്നേഹം, എങ്ങനെയാ നമുക്ക് ക്ഷമിക്കാൻ പറ്റുന്നത്, അങ്ങനെയൊക്കെ ഞാൻ ഒത്തിരി അമ്മയിൽ നിന്ന് കണ്ടിട്ടുണ്ട്. അതെനിക്ക് ഒരു ഭയങ്കര ഒരു എക്സാമ്പിൾ ആയിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പച്ചനെ അമ്മച്ചി ഒത്തിരി സ്നേഹിക്കാനും റിയലി എങ്ങനെയാ സ്നേഹിക്കേണ്ടത്, അങ്ങനെയൊക്കെ അമ്മയുടെ ആ ഒരു പെരുമാറ്റത്തിൽ നിന്നൊക്കെ ഒരുപാട് റിയലി ലൈഫിൽ നിന്ന് ശരിക്കും കണ്ട് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. ചിലപ്പോൾ പ്രയാസം വരുമ്പോഴാണെങ്കിലും, ചിലപ്പോൾ എന്തെങ്കിലും വാക്കുകളൊക്കെ പറയുമ്പോൾ വിഷമങ്ങളൊക്കെ അമ്മ കേൾക്കുമ്പോഴാണെങ്കിലും ആ എന്താ പറയാ, അമ്മച്ചീന്ന് എന്തെങ്കിലും ഒരു വാക്കുകൾ കേട്ട് ഹേർട്ട്ഫുൾ ആയിട്ടുള്ള ഫീലിങ്സ് ഒക്കെ വരുമ്പോൾ പോലും അമ്മ ആണെങ്കിലും ശരിക്കും അമ്മച്ചിയോടൊന്നും അങ്ങനെ എന്താ പറയാ ഒരു അതിനൊരു റിവെഞ്ച് എടുക്കുവോ അല്ലെങ്കിൽ ഒരു തിരിച്ചൊന്നും പറയോ വിഷമിപ്പിക്കുകയോ ഒന്നും ചെയ്യത്തില്ല. അമ്മ എപ്പോഴും ക്ഷമിച്ച് അമ്മ സ്നേഹിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അതെനിക്കൊരു ഭയങ്കര ഒരു മാതൃകയായിട്ട് തോന്നിയിട്ടുണ്ട്. എങ്ങനെ അമ്മയ്ക്ക് അങ്ങനെ പലപ്പോഴും പറ്റും. അതുപോലെ തന്നെ ഒത്തിരി സ്നേഹിക്കാൻ അമ്മച്ചി അപ്പച്ചനെ ഒത്തിരി സ്നേഹിക്കുന്ന എങ്ങനെയാന്ന് ജീവിതത്തിലൂടെ കാണിച്ചു തന്നിട്ടുണ്ട്. പറയുമല്ല, വേർഡ്സിലൂടെ അല്ല, ലൈഫിലൂടെ അത് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പം അതെനിക്ക് ഭയങ്കര ഒരു ചലഞ്ചിങ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. ഭയങ്കര എങ്ങനെ ഇത്രയും സ്നേഹിക്കാൻ പറ്റുന്ന ഈശോയെ, അങ്ങനെ തോന്നിയിട്ടുണ്ട്. അപ്പൊ അതൊരു ദൈവസ്നേഹത്തിന്റെ ഒരു വലിയൊരു എക്സ്പീരിയൻസ് ലൈഫിൽ ശരിക്കും ശരിക്കും ഒരു പറദീസ, ശരിക്കും ഒരു ഹെവൻലി അറ്റ്മോസ്ഫിയറിലാണ് ശരിക്കും ഞാൻ വളർന്നു വന്നതെന്ന് എനിക്ക് പറയാൻ പറ്റും. അങ്ങനത്തെ ഒരു വീട്ടിലാണ് വളർന്നു വന്നത്. നല്ല വിശ്വാസമുള്ള മാതാപിതാക്കളാ, ഒരുപാട് ആഴമേറിയ വിശ്വാസമുള്ള, തിരുവചനം വായിക്കുകയും പഠിക്കുകയും. ഞാൻ കുഞ്ഞായിരിക്കുമ്പോൾ തൊട്ട്, ഒരു 2nd ഗ്രേഡിൽ പഠിക്കുമ്പോൾ തൊട്ട് അപ്പയും അമ്മയും ഒരുമിച്ച് ബൈബിൾ ക്ലാസ്സിന് പോവായിരുന്നു. ഒരു 10 years കണ്ടിന്യൂസ് ആയിട്ട് സിസ്റ്റർ നമിത എന്ന് പറഞ്ഞ സിസ്റ്ററിന്റെ അടുത്ത്. അപ്പൊ അങ്ങനെ അനുസരിച്ച് ജീവിതത്തെയൊക്കെ ക്രമപ്പെടുത്തി ഞങ്ങളെ ആണെങ്കിലും ആഴമേറിയ നല്ല വിശ്വാസത്തിലാണ് കുഞ്ഞിലെ തൊട്ട് വളർത്തിക്കൊണ്ട് വന്നത്. അതിനുള്ള അവസരങ്ങൾ നമുക്ക് പള്ളിയിലുണ്ടെങ്കിലും എല്ലാം അവിടെ നമ്മള് പള്ളിയിലെ സൺഡേ സ്കൂളിലാണെങ്കിലും ഫസ്റ്റ് പ്രയോറിറ്റി ഈശോയ്ക്കാണ്. അത് കഴിഞ്ഞ് എന്തോ ഉള്ളൂ. ഇവൻ എക്സാം പോലും അടുത്ത ദിവസം ഉണ്ടെങ്കിൽ സൺഡേ സ്കൂളിൽ ചിലപ്പം ചില പേരൻസ് ഒക്കെ മിസ് ചെയ്യുമ്പോൾ അപ്പയമ്മയും പറയും സൺഡേ സ്കൂൾ മിസ് എന്താ പറയുക, ക്ലാസ്സിൽ പോവാതെ അങ്ങനെ ഇരുന്ന് പഠിക്കണ്ട, സൺഡേ സ്കൂളിൽ പോയിട്ടുള്ള മാർക്കൊക്കെ മതി എന്ന് പറയും. അപ്പം അങ്ങനെ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻസ്. അതുപോലെ തന്നെ രാവിലെ ഞങ്ങൾക്ക് 6:30 പള്ളിയിൽ അവിടെ മാസ്. അപ്പം രാവിലെ നേരത്തെ തന്നെ ഞായറാഴ്ചകളിൽ കറക്റ്റ് സമയത്ത് കൊണ്ടുപോവുകയും അതിനൊന്നും മുടക്കം വരാതെ കറക്റ്റ് ആയിട്ട് അങ്ങനെ ഈശോയ്ക്ക് 1ാം സ്ഥാനം കൊടുത്ത് എങ്ങനെയാ ജീവിക്കേണ്ടതെന്ന് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ അമ്മയൊക്കെയാണ് നേരത്തെ എഴുന്നേറ്റ്, എനിക്കൊക്കെ ഇപ്പൊ പറ്റുമോ എന്നൊക്കെ അറിയത്തില്ല, പക്ഷെ അമ്മയൊക്കെ രാവിലെ എഴുന്നേറ്റ് ഫുഡൊക്കെ ഉണ്ടാക്കി 4:30 ആവുമ്പോഴൊക്കെ ഉണ്ടാക്കി ഞങ്ങളെ രാവിലെ ഞായറാഴ്ച 6:30 ആവുന്നതിന് മുമ്പേ പള്ളിയിൽ എപ്പോഴും കൊണ്ടുപോകും അപ്പയും അമ്മയും. അപ്പം അങ്ങനെ നല്ലൊരു വിശ്വാസം ശരിക്കും കുഞ്ഞിലെ അങ്ങനെ നന്നായിട്ട് വളർത്തിയത്. അതുപോലെ തന്നെ ഈശോയുടെ ആ ഒരു സ്നേഹം ഞാൻ ഒരുപാട് പേഴ്സണലായിട്ട് ഒരുപാട് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. എപ്പോഴും കർത്താവിന്റെ സ്നേഹം എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എപ്പോഴും കുഞ്ഞു കുഞ്ഞു എക്സാമ്പിൾസ് എനിക്ക് ഇങ്ങനെ ശരിക്കും പറയാൻ തോന്നിയത്, ഞാൻ സ്കൂളിലായിരിക്കുന്ന സമയത്തൊക്കെ ഈ പരീക്ഷകൾക്കൊക്കെ എപ്പോഴും പ്രാർത്ഥിച്ചിട്ട് കുറെ നേരം പ്രാർത്ഥിച്ചിട്ട് ഈശോയെ ഇന്ന ചോദ്യം വരുന്നതൊക്കെ, ഈശോയെ പരീക്ഷയ്ക്ക് വരുന്നതൊക്കെ കാണിച്ചു തരണേന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ശരിക്കും ഈശോ കാണിച്ചു തരാറുണ്ട് എന്തൊക്കെ ചോദ്യങ്ങളാ പരീക്ഷയ്ക്ക് വരുന്നത്. ചിലപ്പം കർത്താവ് അത് എത്ര തവണയെന്ന് പറഞ്ഞാൽ എനിക്കറിയത്തില്ല, ഇഷ്ടംപോലെ തവണ കർത്താവ് കാണിച്ചു തന്നിട്ടുണ്ട്. എക്സാംസിന് വരുന്ന ക്വസ്റ്റ്യൻസ് തോന്നിച്ചു തരും, ഇങ്ങനെ ഇത് പഠിക്കാൻ തോന്നും, അങ്ങനെ പഠിക്കാൻ തോന്നും. അങ്ങനെ ഒട്ടനവധി കുഞ്ഞു കുഞ്ഞു ഇഷ്ടം പോലെ തവണ കർത്താവ് അങ്ങനെ കാണിച്ചു തന്നിട്ടുണ്ട്. പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യങ്ങള് ഈശോയാ പഠിപ്പിച്ചത്. ഞാൻ സാധാരണ ഒരു കുട്ടിയാ. ഈ കർത്താവ് ഈശോ എനിക്കിത് പാടാ, ഈശോ നീ എന്നെ പഠിപ്പിക്കണമേ, എനിക്കൊരു ജ്ഞാനം തരണേ എന്ന് പറയുമ്പോൾ കർത്താവ് ശരിക്കും പറഞ്ഞ കർത്താവ് തന്റെ പുത്രരെ പഠിപ്പിക്കും, അവർ ശ്രേയസ് ആർജിക്കും എന്ന വചനമില്ലേ. ഞാൻ വചനമൊക്കെ പറഞ്ഞാ പഠിക്കുന്നത്. അപ്പം
കർത്താവ് ഇങ്ങനെ കാണിച്ചു തരും എന്തൊക്കെയാ പഠിക്കേണ്ടത്, എന്തുവാ നോക്കേണ്ടത്, അങ്ങനെ കാണിച്ചു തരും. അപ്പം എന്റെ ജീവിതകാലം മുഴുവൻ എനിക്ക് തോന്നുന്നില്ല എന്റെ എക്സാംസിന് എങ്ങനെ പോയാലും ഞാൻ എത്ര കുറച്ച് പഠിച്ചാൽ പോലും ഒരുവിധം മാർക്ക് കിട്ടും. കാരണം ഈശോ കാണിച്ചു തരും എന്താ പഠിക്കേണ്ടതെന്നൊക്കെ എപ്പോഴും. കാരണം പ്രാർത്ഥിച്ചിട്ടാ പഠിക്കുന്നത്, എപ്പോഴും പ്രാർത്ഥിച്ചിട്ടാ പഠിക്കുന്നത്. കുറച്ചു നേരം പ്രാർത്ഥിച്ചിട്ടേ പഠിക്കാറുള്ളൂ എപ്പോഴും. അങ്ങനെ പ്രാർത്ഥിക്കുകയും ബൈബിൾ വായിക്കുകയും അങ്ങനെ പഠിക്കുകയും ചെയ്യുമ്പോൾ ഈശോ ഇങ്ങനെ കാണിച്ചു തന്നുകൊണ്ടിരുന്നു. അങ്ങനെ ഒരുപാട് നല്ല അനുഭവങ്ങൾ കർത്താവ് തന്നിട്ടുണ്ട്. പിന്നെ പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് കോളേജ് കാലഘട്ടത്തിലെ ജീസസ് യൂത്തിലൂടെ ശരിക്കും ഈശോയെ കുറേയും കൂടെ പേഴ്സണലായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാനും അറിയാനും ഒക്കെ കർത്താവ് ഒരുപാട് അവസരം തന്നിട്ടുണ്ട്. പേഴ്സണൽ പ്രെയർ ഒക്കെ കുറേയും കൂടെ കൂടുതൽ ചെയ്യാൻ പറ്റിയത് എനിക്കൊന്ന് ജീസസ് യൂത്തിൽ വന്നതിന് ശേഷമാണ്. കുറേയും കൂടെ ആ ഒരു കുറേയും കൂടെ അത് ബിൽറ്റപ്പ് ആയെന്ന് തോന്നുന്നു. വീട്ടിൽ നന്നായിട്ട് പ്രാർത്ഥിക്കും, വീട്ടിലെല്ലാവരും ഒരുമിച്ച്. അപ്പം ആ ഒരു പേഴ്സണൽ പ്രെയർ, ഈശോയുടെ അടുത്ത് കുറേ നേരം ഇരുന്ന് സ്പെൻഡ് ചെയ്യണം, ഈശോയുടെ സ്നേഹം അനുഭവിക്കണം. ഞാനപ്പോ എന്റെ സീനിയേഴ്സ് ഒക്കെ ഇങ്ങനെ ജീസസ് യൂത്തിലുള്ളവർ പറയും നമ്മൾ ഈശോയുടെ അടുത്ത് വന്ന് ഇരിക്കണം കുറച്ചു നേരം. അങ്ങനെ കർത്താവിന്റെ സാന്നിധ്യം ആദ്യമൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. കുറച്ചു നേരമൊക്കെ ഇരിക്കും ഈശോയുടെ അടുത്ത്, കുറെ നേരം പ്രേസ് ചെയ്യാൻ തുടങ്ങി. ഈശോയുടെ സാന്നിധ്യം ഒപ്പം അനുഭവിക്കാൻ കർത്താവിന്റെ സാന്നിധ്യം എനിക്കിങ്ങനെ നൽകുമായിരുന്നു. എനിക്ക് ഫിസിക്കൽ പ്രസൻസ് ആയിട്ടൊക്കെ കർത്താവ് ആ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഇപ്പൊ ഈശോ തരുമായിരുന്നു. ജസീന്തി ആന്റി ടൈം ആയോ? ഞാൻ പെട്ടെന്ന് പറയാം കേട്ടോ. അപ്പൊ ഈശോ ഇങ്ങനെ കവിതകളിലൂടെയും ഒക്കെ കർത്താവ് ഇങ്ങനെ ഈശോയുടെ ആ ഒരു സ്നേഹം ചിലപ്പോ ഈശോ കവിത പറഞ്ഞു തരുമായിരുന്നു. ആ സമയത്തൊക്കെ കവിതകളൊക്കെ കർത്താവ്, എനിക്ക് കവിത എഴുതാനേ അറിയുന്നില്ലാത്ത ഒരാളാ, പക്ഷെ ഈശോ കവിതയൊക്കെ എനിക്ക് പറഞ്ഞു തരുമായിരുന്നു കോളേജിൽ പഠിക്കുന്ന സമയത്ത്. പിന്നെ ഒരു 1 year എക്സ്പീരിയൻസ് ഈശോ തന്നു ഫുൾ ടൈമർഷിപ്പിലൂടെ കംബോഡിയ എന്ന രാജ്യത്തിൽ പോകാനും. ഈശോയുടെ സ്നേഹം ഒത്തിരി ആഴത്തിൽ എനിക്ക് തോന്നുന്നു കർത്താവ് എനിക്ക് ഒരു 1 year തന്നായിട്ട് എനിക്ക് ഫീൽ ചെയ്ത് ഈശോയുടെ സ്നേഹം കൂടുതലായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ. പിന്നെ ജീവിതത്തിൽ ആസ് എ ഹ്യൂമൻ മിസ്റ്റേക്സ് ഒക്കെ വന്ന സമയത്ത് ഞാൻ ഓർക്കുവാണ് കർത്താവിന്റെ ആ ഒരു സ്നേഹം കുമ്പസാരം എന്ന കൂദാശയിലൂടെ എത്രത്തോളം കർത്താവ് വിശുദ്ധീകരിച്ചത്. കാരണം ഇതുപോലെ വിശുദ്ധീകരിക്കുക, ഹീൽ ചെയ്യുന്ന ഒരു വിശുദ്ധ കുമ്പസാരം അത്രത്തോളം ഡെലിവറൻസ് എന്റെ ജീവിതത്തിൽ എനിക്ക് നൽകിയിട്ടുണ്ട്. തെറ്റുകൾ വന്നപ്പോഴും കുറവുകൾ വന്നപ്പോഴും ഒക്കെ ഈശോ അതിൽ നിന്ന് പിടിച്ച് കരകയറ്റിയിട്ടുണ്ട്. പിന്നെ ഇപ്പത്തെ ഇതാണെങ്കിൽ വിവാഹത്തിന് ശേഷം ഞാൻ ശരിക്കും ഓർക്കുവാണ് ഹോളി ഹോം മിനിസ്ട്രിയിൽ നമ്മുടെ ഈ ശുഭ ക്ലാസ്സിലൂടെ ശരിക്കും പറഞ്ഞാൽ ഒരു പുതിയ ഫേസിലോട്ട് വന്നപ്പോൾ, വിവാഹം കഴിഞ്ഞ് വന്നപ്പോൾ എനിക്ക് അതിന്റെ ചലഞ്ചസും ബുദ്ധിമുട്ടുകളൊക്കെ ഒരുപാട് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഞാൻ നമ്മുടെ ഈ ശുഭ ക്ലാസ്സിലൊക്കെ അറ്റൻഡ് ചെയ്യാൻ ഈശോ അവസരം തന്നെ. എനിക്ക് ശരിക്കും കർത്താവ് ഒരു തിരിച്ചുവരവ് എനിക്ക് ഇതിലൂടെ തന്നെന്ന് എനിക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. ഭയങ്കരമായിട്ട് സ്ട്രോങ് ആയിട്ട്, കാരണം ഞാൻ ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു സ്ട്രഗിളിലൊക്കെ ഈശോയുടെ സ്നേഹത്തിലേക്ക് വീണ്ടും തിരിച്ചു വരുവാന് കർത്താവ് ശരിക്കും ഷിബു ചേട്ടനിലൂടെ, ഷിജു ചേട്ടനിലൂടെ, ജസീന്ത ആന്റിയിലൂടെ, ജെനി ചേട്ടനിലൂടെ ഒക്കെ എന്തോരം വലിയ അവസരം കർത്താവ് തന്നത് എന്ന് ഓർക്കുമ്പോ ഈശോയെ എത്ര നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല. ആ ഒരു പല പല ബ്രോക്കൺ സ്റ്റേറ്റ്സിനെയൊക്കെ കർത്താവ് ശരിക്കും ഈശോയുടെ ഒരു ഹോൾനെസ്സിലേക്ക് ശരിക്കും ഈ ക്ലാസ്സുകളിലൂടെയൊക്കെ ഒരുപാട് ആഴ്ത്തി നയിച്ചു. നമ്മുടെ ക്രിസ്ത്യാനികരണം പറഞ്ഞ ബുക്കിലൂടെയൊക്കെ ആണെങ്കിലും നമ്മുടെ ഡിസ്കഷനിലൂടെയൊക്കെ ശരിക്കും നമുക്ക് ഡിഫറെന്റ് പെർസ്പെക്റ്റീവാ, ശരിക്കും ലോകത്തിന്റെ കാഴ്ചപ്പാടുകളിൽ നിന്നൊക്കെ മാറി ഈശോയുടെ നിലപാടുകൾ പല കാര്യങ്ങളും സ്വീകരിക്കാനൊക്കെ എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് എനിക്ക് ഇപ്പൊ ഫീൽ ചെയ്യുന്നു. താങ്ക് യു. നല്ലൊരു ടെസ്റ്റിമണി ആയിരുന്നു കേട്ടോ. തന്റെ സ്നേഹം മാതാപിതാക്കൾ കൂടി ചെയ്ത് കണ്ട് ആ സ്നേഹം അനുഭവിച്ച് അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ഇന്നും ജീവിതത്തിലേക്ക് ഓരോ സ്റ്റെപ്പുകളും ഓരോ മേഖലകളിലും അത് ഓരോ ഘട്ടങ്ങളിലും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ഓർത്ത് ഒരുപാട് നന്ദിയുണ്ട്. ഒരുപാട് ദൈവത്തിന് നന്ദി പറയുന്നു. ഈയായിട്ട് ദൈവസ്നേഹം കുടുംബത്തിൽ എങ്ങനെയാണെന്നുള്ളത് ജോഷിയച്ചൻ നമുക്കൊരു ക്ലാസ് എടുക്കുന്നു. അതിനായി ജോഷിയച്ചനെ ഞങ്ങൾ പ്രത്യേകം ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അച്ഛാ, താങ്ക് യു. വിശ്വവിശായിക്കട്ടെ. നന്ദി പറയാം. നിത്യയുടെ സാക്ഷ്യം ഞാൻ മുഴുവൻ കേൾക്കായിരുന്നു. അതിനുമുമ്പ് ജെനിയുടെ സുന്ദരമായ പ്രഭാഷണം കേട്ടു. ദൈവസ്നേഹം കുടുംബത്തിൽ ഞാൻ ഷോർട്ട് ടൈം എടുത്ത് നിർത്താമെന്ന് വിചാരിക്കുകയാണ്. ദൈവസ്നേഹം കുടുംബത്തിൽ ശരിക്കും ദൈവസ്നേഹത്തിന്റെ അനുഭവം
ശരിക്കും കിട്ടാൻ വേണ്ടി ദൈവം തന്നെ ഉണ്ടാക്കിയിരിക്കുന്ന സംവിധാനമാണ്. കാരണം കുടുംബത്തിലാണ് ദൈവസ്നേഹം വ്യക്തികൾക്ക് മറ്റുള്ളവരുടെ സാന്നിധ്യത്തിലൂടെ തന്നെ തിരിച്ചറിയാനും അനുഭവിക്കാനും അതിലൂടെ വളരാനും ഇടയാക്കും. നോക്കണം, ത്രിയേക ദൈവം ഈശോ പറഞ്ഞു, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. അപ്പോ ദൈവം ഒന്നേയുള്ളൂ. ആ ദൈവത്തിൽ 3 ആളുകൾ ഉണ്ട്. അപ്പോൾ ദൈവം ഒന്നേയുള്ളൂ, പക്ഷെ ആ ദൈവത്തിൽ 3 ആളുകൾ. ഇനി കുടുംബത്തെ കുറിച്ചൊന്ന് നോക്കിയേ. കുടുംബം എങ്ങനെയാ കുടുംബം തുടങ്ങുന്നത്? 2 ആളുകൾ വന്നിട്ട് എന്നിട്ട് പറയാണ്, അവർ ഇനി 2 അല്ല 1. അപ്പോ ത്രിയേക ദൈവത്തിന്റെ ആ സ്നേഹ കൂട്ടായ്മ, അതേ സ്നേഹ കൂട്ടായ്മയുടെ ഒരു നിഴലാണ് കുടുംബം. അപ്പോ നോക്കണം, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് ഈശോ വെളിപ്പെടുത്തിയത് അങ്ങനെയാണ്. പക്ഷെ ആ വെളിപ്പെടുത്തലിനെ ധ്യാനിച്ച് യോഹന്നാൻ ശ്ലീഹ എത്തി നിന്നത് എവിടെയാണ്? ഗോഡ് ഈസ് ലവ്. അപ്പൊ ഗോഡ് ഈസ് ലവ് എന്ന് വെച്ചാൽ ഗോഡ് ഈസ് ട്രിനിറ്റി എന്നാണ്. ദൈവം ത്രിയേക ദൈവമായിരിക്കുന്നതിനാലാണ് ദൈവം സ്നേഹം ആയിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു യാഥാർത്ഥ്യം നമ്മൾ ദൈവത്തിന്റെ കാര്യത്തിൽ തിരിച്ചറിഞ്ഞാൽ ദൈവസ്നേഹം കുടുംബത്തിൽ എന്ന വിഷയം വളരെ എളുപ്പമുള്ളതാണ്. കാരണം ഈ ത്രിയേക ദൈവത്തിന്റെ നിഴൽ പതിഞ്ഞ, ഏറ്റവും സുന്ദരമായി പതിഞ്ഞിരിക്കുന്ന ഇടത്തിന്റെ പേരാണ് കുടുംബം. ത്രിയേക ദൈവത്തിന്റെ നിഴൽ ഏറ്റവും സുന്ദരമായി പതിഞ്ഞിരിക്കുന്ന ഇടത്തിന്റെ പേരാണ് കുടുംബം. അത് ഭാര്യ ഭർത്താക്കന്മാർ ഒന്നായി, ഇനി അവരുടെ ഒന്നിപ്പിൽ, സ്നേഹത്തിന്റെ ഒന്നിപ്പിൽ മക്കൾ, ഇങ്ങനെ മക്കളെ സ്നേഹത്തിൽ ഒന്നിപ്പിച്ച് വളർത്തുന്ന അനുഭവം. നിത്യ പറഞ്ഞ അനുഭവം വളരെ സുന്ദരമാണ്. പ്രത്യേകിച്ച് മാതാപിതാക്കൾ എങ്ങനെ വിശ്വാസത്തിലും സ്നേഹത്തിലും ഒക്കെ വളർത്തി, അതും പ്രത്യേകിച്ച് കാരണന്മാര് അവരുടെ പ്രായമായവരുടെ കുറച്ചൊക്കെ ബുദ്ധിമുട്ടുകൾ, ഈർഷ്യകളൊക്കെ ഉണ്ടാകും. പക്ഷെ അതിനെ എങ്ങനെ സ്വന്തം മാതാവ് എങ്ങനെ അതിനെ അതിജീവിച്ചു, എങ്ങനെ അതിനോട് റെസ്പോണ്ട് ചെയ്തു. പ്രിയപ്പെട്ടവരെ, ദൈവ സ്നേഹത്തിന്റെ അനുഭവം അതാണ്. അതിനു വേണ്ടി തന്നെയാണ് കുടുംബം. അതിനു വേണ്ടി തന്നെയാണ് കുടുംബം. സത്യത്തിൽ ഒരു കുടുംബത്തിൽ ഈ സ്നേഹാനുഭവത്തിൽ വളരുന്നവരുടെ വാക്യമാണ് റോമ 8:35. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ആരും നമ്മെ വേർപെടുത്തും. അപ്പോ ഒരു കുടുംബത്തിൽ അപ്പനും അമ്മയ്ക്കും മക്കൾക്കുമുള്ള വലിയൊരു ബോധ്യമാണ്, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ആരും നമ്മെ വേർപെടുത്തും. ക്ലേശമോ, ദുരിതമോ, പീഡനമോ, പട്ടിണിയോ, നഗ്നതയോ, ആപത്തോ, വാളോ. അത് 38-39 പോകുമ്പോൾ വളരെ സുന്ദരമാണ്. എന്തെന്നാൽ മരണത്തിനോ ജീവനോ, ദൂതന്മാർക്കോ അധികാരങ്ങൾക്കോ, ഇക്കാലത്തുള്ളവയ്ക്കോ വരാനിരിക്കുന്നവയ്ക്കോ, ശക്തികൾക്കോ ഉയരത്തിനോ ആഴത്തിനോ, മറ്റേതെങ്കിലും സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലൂടെയുള്ള ദൈവ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപെടുത്താൻ കഴിയുകയില്ല എന്നെനിക്ക് ഉറപ്പുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബങ്ങളെ കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കുക. മരണമോ ജീവനോ അല്ലെങ്കിൽ ദൂതന്മാർക്കോ അധികാരികൾ
ശക്തികൾക്കോ ഉയരത്തിനോ ആഴത്തിനോ ഒന്നിനും യേശുക്രിസ്തുവിലൂടെയുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് എന്നെയോ എന്റെ ഭർത്താവിനെയോ എന്റെ മക്കളെയോ വേർപിരിക്കാനാവില്ല എന്ന് പറയുന്ന ഒരു ഉറപ്പ്. ആ ഉറപ്പ് നിങ്ങളുടെ കുടുംബത്തിൽ ആഴമായി ഉണ്ടാവട്ടെ. നമ്മുടെ കുഞ്ഞിന് എന്റെ ഈശോ എന്ന് തികച്ചു വിളിക്കാൻ പറ്റാത്ത അത്ര സ്നേഹം ഈശോയോടുണ്ടാവട്ടെ. ഒപ്പം ദൈവസ്നേഹത്തിൽ എത്രമാത്രം ആഴപ്പെടുമോ അത്രമാത്രം സഹോദര സ്നേഹത്തിലും നമ്മൾ ആഴപ്പെടും. അതാണ് ക്രൈസ്തവ വിശ്വാസത്തിന്റെ ഏറ്റവും സുന്ദരമായ ഭാഗം. ദൈവസ്നേഹത്തിൽ എത്രമാത്രം ഒരാൾ ആഴപ്പെടുമോ അത്രമാത്രം സഹോദര സ്നേഹത്തിലും ആഴപ്പെടും. എല്ലാ വിധത്തിലുമുള്ള വേലിക്കെട്ടുകളും മാറും. അപ്പോഴ് കുടുംബം യഥാർത്ഥത്തിലുള്ള സ്നേഹത്തിന്റെ പരിശീലന കളരിയായി മാറുകയാണ്. ഓർക്കുക, യോഹന്നാന്റെ ലേഖനത്തിൽ 1 യോഹന്നാനില് നമ്മൾ കാണുന്നുണ്ട്, കൃത്യമായി പറഞ്ഞിരിക്കുകയാണ് 4:16 ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം നാം അറിയുകയും അതിൽ നാം വിശ്വസിക്കുകയും ചെയ്തിരിക്കുന്നു. സുന്ദരമാണത്. അപ്പൊ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം നാം അറിയുകയും അതിൽ എന്തിൽ ദൈവസ്നേഹത്തിൽ നാം വിശ്വസിക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പോ ക്രിസ്തുവിശ്വാസം എന്നാൽ അടിസ്ഥാനപരമായി സ്നേഹത്തിലുള്ള വിശ്വാസമാണ്. അതിന്റെ ഫലം എന്താണെന്നറിയാവോ? സ്നേഹത്തിന്റെ ശക്തിയിൽ ഭയങ്കര ഉറപ്പും കോൺഫിഡൻസും ഉണ്ടാകും. എത്ര പ്രശ്നം ഉണ്ടെങ്കിലും, എത്ര ബുദ്ധിമുട്ടായാലും, എത്ര പ്രതിസന്ധികൾ ഉണ്ടായാലും, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞ് തള്ളിപ്പറഞ്ഞാലും, ആരൊക്കെ എങ്ങനെയൊക്കെ അവഹേളിച്ചാലും സ്നേഹം വിജയിക്കും. സ്നേഹം കിരീടം ചൂടും. സ്നേഹത്തിലുള്ള ഉറപ്പ്, സ്നേഹത്തിലുള്ള കരുത്ത്, സ്നേഹത്തിലുള്ള ബോധ്യം, അത് ശരിക്കും നമ്മുടെ കുടുംബങ്ങളിൽ നിറയട്ടെ. ഉദാഹരണത്തിന്, ഭർത്താവ് വല്ലാത്തൊരു പോക്കാ പോണത്, എത്ര നാളായി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, എത്ര നാളായി തിരുത്താൻ ശ്രമിക്കണത്, എത്ര നാളായി ക്ഷമിച്ചുകൊണ്ടിരിക്കുന്നത്, എത്ര നാളായി പൊറുക്കണത്, എന്നിട്ടും കുതിരകയറ്റാണ്, എന്നിട്ടും പ്രശ്നമാണ്, നന്നാകണ ലക്ഷണമൊന്നുമില്ല. പ്രിയപ്പെട്ടവരെ, അത്തരം അവസ്ഥയിലെത്തുമ്പോഴും സ്നേഹത്തിൽ വിശ്വാസം നിലനിർത്തും. Love can conquer my husband. Love can conquer my children. Love can conquer the whole world. ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ദൈവസ്നേഹം നിങ്ങളുടെ കുടുംബത്തിൽ ശക്തമാകട്ടെ, ആഴപ്പെടട്ടെ. സ്നേഹത്തിൽ നിങ്ങൾ എല്ലാവരും നിറയട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അച്ഛാ, ഞങ്ങൾക്ക് വേണ്ടി ഒരു ബ്ലെസ്സിങ് ചെയ്യാവോ? നിങ്ങളെ ഒന്ന് ബ്ലെസ് ചെയ്യാവോ അച്ഛാ? ഓക്കെ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഉചിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ ഭൂമിയിലും ആകണമേ. അന്നേ ആഹാരം ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളോട് തെറ്റിയുന്നവരോട് അങ്ങ് ക്ഷമിക്കുന്നതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിനെ രക്ഷിക്കണമേ. ആമേൻ. സർവശക്തനായ ദൈവം പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. സ്തുതിയായിരിക്കട്ടെ. അച്ഛൻ ഡിവൈനിലെ ക്ലാസ് എടുക്കാൻ വേണ്ടി എത്തിയിരിക്കുന്ന അവിടെ നിന്നാണ് നമ്മളോടൊപ്പം പങ്കുചേർന്നത്. അച്ഛന് പ്രത്യേകിച്ച് താങ്ക് യു അച്ഛാ. ഒത്തിരി സമയം ഞങ്ങൾക്ക് വേണ്ടി നല്ലൊരു ക്ലാസ് നൽകി ഞങ്ങളെ ദൈവസ്നേഹത്തെ പറ്റി അറിയിച്ചതിനും അച്ഛന്റെ തിരക്കിനകത്ത് ഒത്തിരി തിരക്കിലൂടെയാണെങ്കിലും ഞങ്ങൾക്ക് വേണ്ടി കുറച്ച് സമയം ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചതിനെ ഓർത്ത് ഒത്തിരി നന്ദി. അടുത്തതായിട്ട് നമുക്ക് ഒരു പാട്ട് പാടുവാനായിട്ട് ആൾവിൻ ടോണിയെ ഇതിലേക്ക് ക്ഷണിക്കുന്നു. Trying to fill the voids out so many questions. Asking how, asking why. I might not have all the answers, but I've tasted and I've seen
There's a better path with Jesus. There's no going back for me. I'm going the way he says to live, doing what he says to do. You can choose whatever road you choose, but I'm going the way he says to love, trust the way he says to trust. This world alone will never be enough, so I'm gonna walk with Jesus. I'm gonna walk. I'm gonna walk. I'm gonna walk with Jesus. I'm gonna walk with Jesus. No man go with me, still I will follow. No man go with me. I'm gonna walk. I'm gonna walk. No man go with me, still I will follow. No man go with me. I'm gonna walk. I'm gonna walk. I'm going the way he says to live, doing what he says to do. You can choose whatever road you choose, but I'm going the way he says to love, trust the way he says to trust. This world alone will never be enough, so I'm gonna walk with Jesus. I'm gonna walk. I'm gonna walk. I'm gonna walk with Jesus. 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 Thank you and praise the Lord. Praise the Lord. Very good. I am so happy you are saying, you proclaim you are going to walk with the Jesus. That is very good. And we're going to sing and a happy birthday to you. Wish you. Happy birthday to you. Happy birthday to you. Happy birthday to you. Happy birthday to you. Thank you, Thank everybody. you. God bless you all. And ചെറുതായിട്ട് കൺക്ലൂഷന് വേണ്ടി ഷിജുവിനെ ക്ഷണിക്കുന്നു കേട്ടോ. ഷിജു, ഐ ഓക്കെ ഓക്കെ നമ്മുടെ ആളുകൾ ഷിജുവിനെ വീഡിയോ ഒക്കെ ഒന്ന് ഓണാക്കുവാണെങ്കിൽ പരസ്പരം മുഖമൊക്കെ ഒന്ന് കാണാം. അപ്പൊ ഇവിടെ വരെ നമ്മുടെ ജീവിതത്തിന്റെ വളരെ അടിത്തറയുള്ള ഒരു കാര്യമാണ് വചനത്തിന്റെ സഭയുടെ പ്രബോധനങ്ങളുടെ ഒക്കെ അടിസ്ഥാനത്തിൽ ജെനി ജോഷിയച്ചൻ നിത്യയുടെ ജീവിതത്തിലൂടെ നിത്യയൊക്കെ പങ്കുവെച്ചത് പാട്ടുമൊക്കെ നമ്മളെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് എന്താണ്? നമ്മളെ ജീവിക്കാൻ സഹായിക്കുന്നത് ഓക്സിജൻ ആണെന്ന് നമ്മൾ പറയും. വായു, ആ ഓക്സിജൻ ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആറടി മണ്ണി കൊണ്ടുപോയി വെക്കേണ്ടി വരും. വാസ്തവത്തിൽ ദൈവസ്നേഹമാകുന്ന ഓക്സിജൻ നമ്മുടെ ജീവിതത്തിൽ നിരന്തരം വരുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിനുണ്ടാകുന്ന ഒരു വ്യത്യാസം ഇന്ന് ഇവിടെ ഭാരതത്തിലുള്ള നമ്മളെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ ഫീസ്റ്റാണ്. നിങ്ങൾക്ക് അമേരിക്കക്കാർ മുമ്പിലാണെങ്കിലും പുറകിലാണ്, നാളെ എത്തുള്ളൂ. ഞങ്ങൾ ഇന്ന് ഫീസ്റ്റ് ആഘോഷിക്കുകയാണ്, വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ. അതുപോലെ നമ്മുടെ പോപ്പിന്റെ ഫീസ്റ്റിന്റെ ദിവസം കൂടിയാണ്. അസീസിയൊക്കെ നമ്മളെ ഓർപ്പിക്കുന്നത് എന്താണ്? ആ അസീസിയുടെ ജീവിതമൊക്കെ ഇങ്ങനെ അങ്ങ് കത്തി ജ്വലിച്ചു നിന്നത് സ്വീകരിച്ച സാധാരണ ഓക്സിജൻ ഒന്നും അല്ല. ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ആ ഒരു ഓക്സിജൻ നിരന്തരം സ്വീകരിച്ചതിലൂടെ അസീസിയൊക്കെ ഇങ്ങനെ ആ അസീസിയുടെ അടുത്ത് ചെന്ന ആള് കത്തിക്കരിഞ്ഞു പോയി എന്ന് പറയാം. സ്നേഹ അനുഭവത്താൽ മറ്റ് അത്തരത്തിൽ ദൈവത്തിന്റെ സ്നേഹത്തിലേക്കാണ് നമ്മൾ നിരന്തരം വളരേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ യേശുവിന്റെ കണ്ണുകളിലൂടെ എന്ന പുസ്തകം രണ്ടാമത്തെ ടൈം ഒന്ന് വായിച്ചു വന്നപ്പോൾ എനിക്ക് ബെത്സയിദയിലെ ദാവീദ് എന്ന് പറയുന്ന ഒരു ആടിനെ നോക്കിക്കൊണ്ട് നടന്ന ഒരാളുടെ അടുത്ത് ഈശോ എത്തുന്നുണ്ട്. ഈശോ ഒരു പാലത്തിന്റെ ചുവട്ടിലാണ് തലേദിവസം രാത്രി ചെലവഴിച്ചത്. ചെലവഴിച്ചിട്ട് അവിടെ ശിഷ്യന്മാർ വഴക്കൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അവസാനം അതെല്ലാം പരിഹരിച്ച് പിന്നെ കിടന്നുറങ്ങി. രാവിലെ ഈശോ രാത്രി കുറേ നേരം പ്രാർത്ഥിച്ചു. രാവിലെ ഈശോ ശിഷ്യന്മാരോട് പറയാണ്, എനിക്ക് കുറച്ചു നേരം ഒറ്റയ്ക്ക് നടക്കണം. അങ്ങനെ ഈശോ എവിടെ പോയാലും പുറകിൽ 2 ചാരന്മാരുണ്ടാവും. 2 ശിഷ്യന്മാര് ഇങ്ങനെ ഈശോയ്ക്ക് ആരും പ്രശ്നമൊന്നും ഉണ്ടാക്കാതെ ഈശോയെ നോക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി അവരിങ്ങനെ കുറെ ദൂരെ ഈശോ അറിയാതെ ഈശോയെ പിന്തുടരും. പക്ഷെ ഈശോ ഇതെല്ലാം അറിയുന്നുണ്ട്. അപ്പൊ അങ്ങനെ പോകുമ്പോൾ ഈശോ ഒറ്റയ്ക്ക് ഇങ്ങനെ നടന്നു പോവുകയാണ്. കുറെ കഴിഞ്ഞ് ഈശോ കുറെ ആടുകളുടെ ഇടയിൽ ഈശോ എത്തുകയാണ്.
അപ്പൊ ഒരു ആട്ടിന് ഇടയൻ, അതിന്റെ ഇടയനായ ചെറുക്കൻ വന്നിട്ട് പറയാണ്, എന്റെ ആടുകൾ ഒരിക്കലും അപരിചിതരുടെ അടുത്ത് പോകാറില്ല, നിന്റെ അടുത്ത് എങ്ങനെ വന്നു? ഇങ്ങനെ പറഞ്ഞു വന്നിട്ട് അദ്ദേഹം ചോദിക്കുകയാണ്, ദൈവത്തെക്കുറിച്ചുള്ള അങ്ങയുടെ ചിന്ത എന്താണ്, എനിക്കറിയാൻ ആഗ്രഹമുണ്ട്. അപ്പൊ ഈശോ പറഞ്ഞു വെക്കുകയാണ്, എല്ലാറ്റിനും നന്ദി പറയണം, ഇപ്പോഴും നന്ദി പറയണം. ഈ പൂക്കളെ ഓർത്ത് എവിടെ ഇങ്ങനെ ഈശോ പറയുന്നത് ഇങ്ങനെ, ദൈവത്തിന്റെ സ്നേഹം ഞാൻ എല്ലാ വസ്തുക്കളിലും ദർശിക്കുന്നു, ഓരോ ജീവിയിലും ഓരോ ചെടിയിലും ദൈവത്തിന്റെ സ്നേഹം, ഓരോ സ്ത്രീയിലും പുരുഷനിലും ദർശിക്കുന്നു. അപ്പൊ ഇങ്ങനെ ഓരോരുത്തരും ജീവിതത്തിന്റെ സമസ്ത സമയങ്ങളിലും സമസ്ത അനുഭവങ്ങളിലും ദൈവത്തിന്റെ സ്നേഹത്തെ രുചിച്ചറിയാനായിട്ട് ഈശോ ഓർമ്മപ്പെടുത്തുകയാണ്. അതിന്റെ അവസാനം ഈശോ പറഞ്ഞു വെക്കുന്നത് എങ്ങനെയാണ്, ദൈവത്തിന്റെ സ്നേഹം അനുഭവിച്ചത് എല്ലാവരോടും പങ്കുവെക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്കൊരർത്ഥത്തിൽ ഭാഗ്യമുണ്ട്. മക്കളെന്ന നിലയിൽ മാതാപിതാക്കളോട് ഈ സ്നേഹം പങ്കുവെക്കാൻ ഭാഗ്യം കിട്ടിയവരാണ് നമ്മളെല്ലാവരും. കുടുംബജീവിതത്തിന്റെ ഒരു സ്ഥാനത്ത് നിൽക്കുമ്പോൾ ജീവിത പങ്കാളിയോട് അനുദിനം ഈ സ്നേഹം പങ്കുവെക്കാനായിട്ട് ഭാഗ്യമുള്ളവരാണ് നമ്മൾ. വഴക്കുണ്ടാവുമായിരിക്കും, പിണങ്ങുമായിരിക്കും, ആ പ്രതിസന്ധികളുടെ ഒക്കെ ഇടയിലും ഈ സ്നേഹം പങ്കുവെക്കാനായിട്ട് ദൈവം നമ്മളെ ക്ഷണിക്കുകയാണ്. മാതാപിതാക്കൾ മക്കളെ സ്നേഹിക്കുന്ന 3 വിധം ജെനി ഓർമ്മപ്പെടുത്തി. അത് അടിസ്ഥാനപരമായ സ്നേഹത്തിന്റെ ഒരു വിധമാണ്. അപ്പൊ മാതാപിതാക്കൾ എന്ന നിലയിൽ നമ്മൾ മക്കളെ ഇങ്ങനെ സ്നേഹിച്ചിട്ടുള്ളവരാണ്. പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് കുറച്ചും കൂടെ നമുക്ക് മരിച്ച് സ്നേഹിക്കാം. അങ്ങനെയാണല്ലോ പറയുന്നത്, ഞാൻ നിന്നെ മരിച്ച് സ്നേഹിച്ചു, എന്നിട്ട് നീ എന്നോട് ഈ ചെയ്തല്ലോ എന്ന് നമ്മൾ ചോദിച്ചു പോവില്ലേ? മരിച്ച് സ്നേഹിച്ചാൽ പിന്നെ അങ്ങനെ ഒരു ചോദ്യം ഉണ്ടാവില്ലെന്നുള്ളത് സത്യമാണ്. നിഷ്കളങ്കമായ ആഴമായ സ്നേഹം ഒരിക്കലും കണക്ക് വെക്കില്ല. ഈ 2000 ആണ്ടിൽ വിശുദ്ധ ജോൺ പോൾ പാപ്പയെ ധ്യാനിപ്പിച്ച ബിഷപ്പ് വാങ്ത്വാൻ അദ്ദേഹം പറഞ്ഞ 5 കുറവുകളെ കുറിച്ചാണ് ഞാൻ ധ്യാനിപ്പിക്കുന്നതെന്ന് പറഞ്ഞാണ് തുടങ്ങിയത്. അദ്ദേഹം പറഞ്ഞു, ഒന്നാമത്തെ 2-3 എന്റെ മനസ്സിൽ ഇപ്പോഴും ഓർമ്മയുണ്ട്. ദൈവം ഭയങ്കര മറവിക്കാരനാണ്. ദൈവത്തിന്റെ സ്നേഹം അനുഭവിക്കുന്നവരുടെ പ്രത്യേകതയാണ് നമ്മൾ മറന്നുപോകും. കല്യാണം കഴിഞ്ഞ് 4 ആഴ്ച കഴിഞ്ഞപ്പോൾ അല്ലേലും ചേട്ടൻ ഈ ചെയ്തില്ലേ എന്ന് ചോദിക്കാതിരിക്കാൻ ഒരു ജീവിത പങ്കാളിയെ സഹായിക്കുന്നത് ഈ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ അനുഭവമാണ്. ദൈവത്തിന്റെ സ്നേഹം എല്ലാ നമ്മളെ വേദനിപ്പിച്ച അനുഭവങ്ങളെ മറക്കാൻ മാത്രം ശക്തമാണ്. അതുകൊണ്ടാണ് തന്നെ അറിയാലെന്ന് പറഞ്ഞ പത്രോസിന്റെ കയ്യിൽ സ്വർഗത്തിന്റെ താക്കോൽ, ദൈവത്തിന്റെ വീടിന്റെ താക്കോൽ, ഓർത്തോളം, ദൈവത്തെ അറിയാലെന്ന് പറഞ്ഞവന്റെ കയ്യിൽ ദൈവത്തിന്റെ വീടിന്റെ താക്കോൽ ഏൽപ്പിക്കാൻ തക്കവിധം ദൈവത്തിന്റെ സ്നേഹം മറവിയുള്ളതാണെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. രണ്ടാമത് പറയുന്നത് ദൈവത്തിന്റെ സ്നേഹം കണക്ക് വെക്കാത്തതാണെന്നാണ്. കണക്കറിയാൻ പാടില്ലാത്തവനാണ് ദൈവം എന്നാണ്. കണക്കറിയുന്ന ആരെങ്കിലും 99 രൂപ കളഞ്ഞിട്ട് 1 രൂപയ്ക്ക് വേണ്ടി പോകുമോ? കണക്കറിയുന്ന ആരെങ്കിലും ഒരു നാണയം നഷ്ടപ്പെട്ടിട്ട് അത് കണ്ടെത്തിക്കാൻ 10 രൂപയുടെ എണ്ണയും പിന്നെ നാട്ടുകാരെ വിളിച്ച് സദ്യയും കൊടുക്കുമോ? ഒരിക്കലും ഇല്ല. നമ്മളൊക്കെ ഒരുപാട് കണക്ക് കൂട്ടലുകളുണ്ട്. നിങ്ങൾ കണക്ക് കൂട്ടി തന്നെയാണ് അമേരിക്കയിൽ എത്തിയത്. ഇപ്പോഴും ജീവിക്കുന്നത് നല്ല കണക്ക് കൂട്ടലുകളോടെയാണ്. പക്ഷെ യഥാർത്ഥ ദൈവത്തിന്റെ സ്നേഹം ഈ കണക്ക് കൂട്ടലുകളെ ഒക്കെ തകിടം മറിക്കും. നമ്മുടെ കണക്ക് കൂട്ടലുകളെ അവസാനിപ്പിക്കാൻ തക്കവിധം ശക്തമാണ് ദൈവത്തിന്റെ സ്നേഹം എന്നുള്ളതിൽ സംശയമില്ലാത്ത കാര്യമാണ്. ഇത്തരത്തിൽ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ അനുഭവത്തെ നമ്മുടെ ജീവിതത്തിന്, ഞാൻ സമയത്തിന് കുറവാണ് എൻ്റെ ധാരാളം അനുഭവങ്ങൾ ഞാൻ പങ്കുവെക്കാതെ പോകുന്നത്. നമ്മളിങ്ങനെ കണക്ക് കൂട്ടും, ഇങ്ങനെയൊക്കെ കൃത്യമായി കണക്ക് കൂട്ടും. പക്ഷെ ദൈവം ആ കണക്കുകളെ അടിമുടി മറിക്കാൻ മാത്രം സ്നേഹമുള്ള ആളാണ് ദൈവത്തിന്റെ സ്നേഹം എന്ന് പറയുന്നത്. മൂന്നാമത് ദൈവത്തിന്റെ, ഞാൻ 3 കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. മൂന്നാമത് പറയുന്നത് ദൈവത്തിന്റെ സ്നേഹം എന്ന് പറയുന്നത് അത് ദൈവത്തെ ഒരു മാനേജ്മെന്റ്, ഒരു സ്ഥാപനത്തിലെ അധികാരിയാക്കാൻ പറ്റിയാലെന്നാണ്. എന്താണ് അധികാരിയാക്കിയാൽ ഒരാഴ്ചക്കുള്ളിൽ, ഒരാഴ്ച വേണ്ട, അതിനുള്ളിൽ സ്ഥാപനം തീർത്തു കളയും. രാവിലെ 9 മണിക്ക് വന്നയാക്കും, ഉച്ചയ്ക്ക് 12 മണിക്ക് വന്നയാക്കും, വൈകുന്നേരം ജോലി അവസാനിപ്പിക്കുന്ന 5 മണിക്ക് തൊട്ടു മുമ്പ് വന്നയാൾക്കും ഒരേ കൂലി കൊടുക്കാൻ മാത്രം സ്നേഹത്തിന്റെ ഔദാര്യമുള്ളയാണ് ദൈവം. ആ ദൈവം പറയുന്നത് നമ്മളും അതുപോലെ ഔദാര്യം ഉണ്ടാകണമെന്നാണ്. നമ്മൾ കണക്ക് കൂട്ടി 9 മണിക്ക് വന്നവന് 100 രൂപയും 12 മണിക്ക് വന്നവന് 75 രൂപയും 5 മണിക്ക് 5 മിനിറ്റ് മുമ്പ് വന്നവൻ 5 രൂപയും കൊടുക്കാൻ മാത്രം കണക്ക് കൂട്ടുന്ന നമ്മുടെ ആ കണക്കുകളെ അതിജീവിച്ച് അതിനെ മറികടന്ന് നമ്മുടെ ജീവിത പങ്കാളിയോട്, മക്കളോട്, മാതാപിതാക്കളോട്, നമ്മളുമായി ബന്ധപ്പെടുന്ന എല്ലാവരോടും ഈ കണക്കുകൂട്ടലുകൾക്ക് അപ്പുറം നിന്ന് സ്നേഹിക്കാൻ, എല്ലാം മറന്ന് സ്നേഹിക്കാൻ ദൈവം നമ്മെ ക്ഷണിക്കുകയാണ്. ഈ ഒരാഴ്ച മുഴുവൻ നമുക്കതിൽ ദൈവം തന്ന അനുഗ്രഹങ്ങളൊക്കെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. നമ്മളിന്ന് നിങ്ങൾ വൈകുന്നേരം കഴിച്ച അത്താഴം ഓർത്താൽ മതി. അത് ദൈവം എപ്പം കരുതി എനിക്കറിയാൻ പാടില്ല. ഏതോ ഒരു ദേശത്ത് നമ്മളറിയാത്തൊരു കർഷകൻ ഒരു കൃഷിഭൂമിയിൽ പണിയെടുത്തു. ആർക്കു വേണ്ടി? ഇന്ന് നമ്മുടെ വയറിന്റെ വിശപ്പ് മാറ്റാൻ വേണ്ടി. ആ കർഷകൻ വിതച്ചു. അവിടെ ദൈവം ജലമായും വെളിച്ചമായും
ഒക്കെ കൂടെ നിന്നു, വളവിട്ടു. ഒരുപാട് ആളുകൾ അവിടെ സഹായിച്ചു. കൃഷി ഫലപ്രദമായി വന്നു. അത് തക്ക സമയത്ത് കൊയ്തെടുത്തു. അത് കൊയ്യാൻ ഒരുപാട് മനുഷ്യരുണ്ടായിരുന്നു. അവർ നമ്മളെ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. പക്ഷെ നമുക്ക് വേണ്ടിയാണ് ദൈവം അവരെ നിയോഗിച്ചത്. ആ കൊയ്ത ആ സാധനം ഓരോ പ്രോസസ്സിലൂടെ കടന്നുപോയി നമ്മുടെ കയ്യിൽ നിന്ന് എത്തുമ്പോൾ എത്രയോ ആയിരക്കണക്കിന് മനുഷ്യരുടെ സ്നേഹത്തിന്റെ മണമുണ്ട് അതിന്. എത്രയോ ആയിരക്കണക്കിന് ജീവജാലങ്ങളുടെ സ്നേഹത്തിന്റെ സുഗന്ധമുണ്ട് അതിന്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് ഇട്ടിരിക്കുന്ന വസ്ത്രമായാലും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് അനുഭവിക്കുന്നതെല്ലാം ദൈവത്തിന്റെ സ്നേഹം ഒരുപാട് മനുഷ്യരുടെ സാന്നിധ്യത്തിലൂടെ, ഈ പ്രപഞ്ചത്തിലെ ഒരുപാട് ജീവജാലങ്ങളുടെ സാമീപ്യത്തിലൂടെ അതിന്റെ നിറവും മണവും രുചിയും ഒക്കെയാണ് ഇന്ന് നമ്മുടെ ജീവിതത്തിന്റെ ടേസ്റ്റ്. അത് മറന്നു പോകാതിരിക്കാം, അത് മറക്കാതിരിക്കാൻ ഈ സ്നേഹാനുഭവം നമ്മെ വളർത്തട്ടെ. ആമേൻ. ഷിജുവിന് ഒത്തിരി നന്ദി കേട്ടോ ഭർത്താവ്. അടുത്തതായിട്ട് നമുക്ക് അബ്രാഹച്ചനുണ്ട്. അബ്രഹാം അച്ഛനെ നമുക്ക് ഇതിലേക്ക് ഒരു മെസ്സേജിന് വേണ്ടി വിളിക്കാം. അച്ഛനുണ്ടോ? അച്ഛൻ്റെ അച്ഛാ? ഞാൻ ആ, ഉണ്ട്. അപ്പോൾ ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സ്ഥിതിയായിരിക്കട്ടെ അച്ഛാ. സ്നേഹത്തിന്റെ ഒരു ഒരു അഗ്നി ജ്വാലയായിരുന്നു നമ്മളെല്ലാവരെയും സ്നേഹത്തിൽ ആക്കി തീർക്കുവാൻ, ആ സ്നേഹം പങ്കുവയ്ക്കുവാനായിട്ട് ആദ്യം നമ്മള് പ്രൈസ് ആൻഡ് വർഷിപ്പിലൂടെ പ്രവേശിച്ചു. പ്രൈസ് ആൻഡ് വർഷിപ്പ് നമ്മളെ ആ സ്നേഹത്തിന്റെ അനുഭവമായിരുന്നു. നമ്മുടെ പ്രിയപ്പെട്ട ഒൽവിൻ പ്രൈസ് ആൻഡ് വർഷിപ്പ് വളരെ മനോഹരമായിരുന്നു. നമ്മൾക്ക് ആ സ്നേഹ സാന്നിധ്യം, ദൈവിക സാന്നിധ്യം, സ്നേഹത്തിന്റെ സാന്നിധ്യം തന്നെയാണ്, ജീവിക്കുന്ന സാന്നിധ്യം തന്നെയാണ് നമ്മളെ എല്ലാവരെയും പ്രേരിപ്പിച്ചു അവിടത്തേക്ക് നന്ദി പറഞ്ഞ് അവിടുത്തെ സ്തുതിക്കുക എന്ന് പറഞ്ഞുകൊണ്ട്. അതിനുശേഷം നമ്മുടെ പ്രിയപ്പെട്ട ജെനിയുടെ ക്ലാസ്, അതും നമ്മളെ സ്നേഹത്തിൽ നിറയുവാനായിട്ട്, ദൈവസ്നേഹത്തെ പറ്റി ആഴത്തിൽ നമ്മൾക്ക് വീണ്ടും അനുഭവിക്കുവാനും അറിയുവാനും ഒക്കെ നമ്മളെ ഒരു പ്രേരണയായിരുന്നു. 4 തരത്തിലുള്ള ആ സ്നേഹത്തെ പറ്റി പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ പഴയ നിയമത്തിലെ കർത്താവ് കൂടെ ആയിരുന്ന് വഴി നടത്തിയതിനെ പറ്റിയെല്ലാം പറഞ്ഞു. ഞാനൊന്നും വിവരിച്ചൊന്നും പറയുന്നില്ല, നമ്മൾ ക്ലാസ് കേട്ടതാണ്. ആദ്യത്തെയും മൊവ്വായ ദൈവം സ്നേഹിച്ചു, അതുപോലെ ഏത് തോട്ടത്തിൽ നിന്ന് പുറത്താക്കിയെങ്കിലും അത് രക്ഷകന് വാഗ്ദാനം ചെയ്തുകൊണ്ട് നിത്യമായി അവിടുത്തോടുകൂടി ആയിരിക്കുന്നതിന് വേണ്ടിയാണ് നമ്മളെ. അതുപോലെ തന്നെ പുറപ്പാടിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതുപോലെ തന്നെ മോശയോട് കൂടി ആയിരുന്നു, അതുപോലെ ജോഷുവയുടെ കാര്യം, അതുപോലെ പ്രവാചകന്മാരിലൂടെ എല്ലാം ഉള്ള കാര്യമൊക്കെ നമ്മളെ ഓർമ്മപ്പെടുത്തി. ഇതെല്ലാം അതിനുശേഷം നമ്മളെ പിന്നെ വളരെ വളരെ ഹൃദയസ്പർശിയാനും നമ്മളെ ഹൃദയങ്ങളെ സ്പർശിക്കുന്നതാണ്. ആ സ്നേഹത്തിൽ നമ്മളെപ്പോഴും ആയിരിക്കാനും ആ സ്നേഹം പങ്കുവെക്കുവാനുമായിട്ട് നമ്മൾക്ക് എപ്പോഴും തയ്യാറാകാം. അതുപോലെ തന്നെ അദ്ദേഹം തന്നെ പങ്കുവെച്ച കാര്യം, ഈ സ്നേഹത്തിന്റെ വചനം പങ്കുവയ്ക്കുവാൻ ഈശോ വ്യക്തിപരമായി അദ്ദേഹത്തെ സ്പർശിച്ച് വചനം പങ്കുവയ്ക്കാൻ തിരഞ്ഞെടുത്ത കാര്യമൊക്കെ പറഞ്ഞു. ക്രിസ്ത്യനിൽ വെച്ചുള്ള ധ്യാനത്തെ പറ്റി, അതുപോലെ തന്നെ പൊട്ടയിൽ വെച്ചുള്ള ധ്യാനത്തിൽ വെച്ച് കിമർമിലച്ചൻ പറഞ്ഞു, ഇവിടെയുള്ളത് ഒരാളെ അടയാളം നൽകി വചനം പങ്കുവയ്ക്കുവാനായിട്ട് ആ സ്നേഹത്തിന്റെ ആഴം കൊടുത്തുകൊണ്ടാണ് അങ്ങനെ തിരഞ്ഞെടുത്ത കാര്യം. വ്യക്തിപരമായ അനുഭവങ്ങളെല്ലാം പങ്കുവയ്ക്കുണ്ടായി. അതെല്ലാം വളരെ വളരെ മനോഹരമായിരുന്നു. അത് നമുക്ക് യേശുവിക്ക് നന്ദി പറയാം. യേശുവാണ് ഇങ്ങനെയുള്ളവരെയൊക്കെ കൊണ്ടുവന്നത്. യേശു ഇന്നും അവിടുന്ന് നമ്മുടെ കൂടെ ജീവിക്കുന്നു. ഇന്നും നമ്മൾ ആഴത്തിൽ അനുഭവിക്കുവാനായിട്ട് അവിടുന്ന് ആഗ്രഹിക്കുന്നു. അവിടെ നമ്മൾക്ക് വേണ്ടി ഇങ്ങനെ കൊണ്ടുവന്നാണ്. ജോഷുവച്ചൻ ദൈവസ്നേഹം കുടുംബത്തിൽ നിന്ന് പറഞ്ഞ് കുറച്ച് സമയം ഉള്ളെങ്കിലും അത് നമ്മളെ സ്പർശിക്കുന്ന വിധത്തിലായിരുന്നു. പരിശുദ്ധ ത്രിത്വത്തിന്റെ ആ സ്നേഹത്തിന്റെ പതിപ്പാണ് എന്ന് പറഞ്ഞുകൊണ്ട് 3 ആണ് പിതാ പുത്ര പരിശുദ്ധാത്മ, പക്ഷെ കുടുംബത്തിൽ 2 എന്നുള്ളത് ഒന്നാകുന്നു. അവിടെ സ്നേഹം പരസ്പരം പങ്കുവെച്ചുകൊണ്ട് ജീവിക്കുന്നു എന്നുള്ള ആ കാര്യത്തെ പറ്റിയെല്ലാം ജോഷിച്ചും വളരെ മനോഹരമായിട്ട് നമ്മോട് പങ്കുവെച്ചു. അതിനു മുമ്പായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട നിത്യന്റെ ടെസ്റ്റിമണി, നല്ലൊരു കുടുംബത്തിന്റെ സാക്ഷ്യം, അതായത് മാതാപിതാക്കള് സ്നേഹിച്ച് ജീവിച്ചു, സ്നേഹവും വിശ്വാസവും പകർന്നു കൊടുത്തു പല അവസരങ്ങളിലെല്ലാം. അതുപോലെ തന്നെ അത് പരീക്ഷയ്ക്ക് മുമ്പൊക്കെ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ, അതുപോലെ ജീസസ് യൂത്തിലൂടെ പേഴ്സണൽ പ്രെയർ, അതെല്ലാം നമ്മളെ അവിടെ പറഞ്ഞു, പങ്കുവെച്ചു, സാക്ഷ്യമൊക്കെ പറഞ്ഞു. അതെല്ലാം ഓർത്ത് നന്ദിവരെയാണ്. പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട മകൻ ആൽവിൻ വളരെ മനോഹരമായിട്ട് ഗാനം ആലോചിച്ച്, നാളെ ജന്മദിനമാണ്. അപ്പോൾ കർത്താവ് നൽകിയ കൃപയെ, ആ താലന്തിനെ വളരെ മനോഹരമായിട്ട് വീണ്ടും
പതിന്മടങ്ങ് ഇരട്ടിയായി 1000 ഇരട്ടിയായിട്ട് വർദ്ധിക്കട്ടെ. പാടുന്നതിനുള്ള കഴിവ്, അതിലൂടെ ദൈവസ്നേഹം വർദ്ധിപ്പിക്കുവാനും പങ്കുവയ്ക്കുവാനും ഒക്കെ ആയിട്ട് ഈശോ ഉപയോഗിക്കട്ടെ. ഈശോയ്ക്ക് സാക്ഷ്യമായി മാറട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. എല്ലാ ഡിബലിലെ വീണ്ടും ജന്മദിന ആശംസ നേരുകയാണ്. അതുപോലെ എപ്പോഴും നമ്മൾക്ക് പ്രേരണയും പ്രചോദനമാണ് ഷിജി ജോസഫ്. കൺക്ലൂഡിങ് മെസ്സേജ് ഒക്കെ നമ്മൾക്ക് നൽകി. എന്താണ് ദൈവത്തിന്റെ ആ അനുഭവങ്ങള് കണക്ക് ഇല്ലാത്ത ദൈവം, അതുപോലെ തന്നെ മറവിയുള്ളത്, അതുപോലെ മാനേജ്മെന്റിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളെ ചിന്തിപ്പിക്കുന്നത് തന്നെയാണ്. അതെല്ലാം പറഞ്ഞു വന്നു. ഇതൊക്കെ ഓർക്കുമ്പോഴത്തേക്കും നമ്മള് വായിക്കുന്നത് യോഹന്നാന്റെ ലേഖനം, ഒന്നാമത്തെ ലേഖനത്തിന്റെ 3-ാമത്തെ അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം നമ്മളോട് പറയുന്നുണ്ട്, കുഞ്ഞുമക്കളെ വാക്കിലും സംസാരത്തിലുമല്ല നാം സ്നേഹിക്കേണ്ടത്, പ്രവൃത്തിയിലും സത്യത്തിലും എന്നാണ് പറയുന്നത്. വാക്കിലും സംസാരത്തിലുമല്ല സ്നേഹിക്കേണ്ടത്, പ്രവൃത്തിയിലും സത്യത്തിലുമാണെന്നുള്ളതാണ്. അത് വരുമ്പോഴാണ് നമ്മളെ തന്നെ വിട്ടുകൊടുക്കുന്ന ആള്, നമ്മളെ തന്നെ മുറിക്കുകയും പങ്കുവെക്കുകയൊക്കെ ചെയ്യുന്ന ആളുടെ സ്നേഹം. നമ്മൾ മുറിക്കുകയും പങ്കുവെക്കുകയൊക്കെ ചെയ്തെങ്കിൽ മാത്രമേ അത് മുറുക്കി സ്നേഹമാകുള്ളൂ നമുക്കറിയാം. അല്ലെങ്കിൽ നമ്മൾ മനോഹരമായ സംസാരം മാത്രമേ ഉള്ളൂ. പക്ഷെ അത് പങ്കുവെക്കുന്ന സ്നേഹമാണ്. നമ്മളെ തന്നെ പങ്കുവെക്കുമ്പോൾ, നമ്മളെ തന്നെ മുറിക്കപ്പെടുമ്പോഴാണ് ആ സ്നേഹം. അത് ഈശോ നമ്മളിലേക്ക് ഓരോ ദിവസവും നമ്മൾ സ്വീകരിക്കുന്ന ആ ദിവ്യകാരൻ ഈശോ നമ്മൾക്ക് അതിനുള്ള ബലം നൽകട്ടെ, അതിന്റെ അഗ്നിയായി മാറട്ടെ. എപ്പോഴും ആ പങ്കുവെക്കുവാനായിട്ട് ഓരോ സമയത്ത് നമ്മൾ അനുഭവിച്ച സ്നേഹം അവിടെ ഇരിക്കാതെ നമ്മൾ കണ്ടുമുട്ടുന്നവർക്കും എല്ലാവർക്കും പങ്കുവെച്ചുകൊണ്ട് സ്നേഹമാവുന്ന ദൈവത്തിലേക്ക്, സ്നേഹമാവുന്ന ഈശോയിലേക്ക് അനയിക്കുവാനായിട്ട് നമ്മൾക്ക് ഓരോരുത്തരും സാധിക്കട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുകയാണ്. കടന്നു വന്ന ഓരോരുത്തരെയും ഈശോ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം ആശീർവാദം കൂടി നൽകുകയാണ്. കർത്താവായ ഈശോയെ അവിടെ എല്ലാവരെയും വിളിച്ചു ചേർത്തു ഈ ക്ലാസ്സിലേക്ക് ദൈവസ്നേഹത്തെ പറ്റി, അതുപോലെ ദൈവസ്നേഹം കുടുംബത്തിലേക്ക്, അതുപോലെ സാക്ഷ്യത്തെ മറ്റേ നമ്മളെല്ലാം കേട്ടു, ഗാനം നമ്മൾ കേട്ടു. അങ്ങനെ ഒരു വളരെ മനോഹരമായ ഒരു നമ്മളെ സംബന്ധിച്ച് ഒരു സയനമായിരുന്നു നമ്മളിവിടെ. അപ്പോൾ ഈ സയനത്തിൽ നാട്ടിലെ രാവിലെയാണ്. അവിടെ സ്നേഹം അനുഭവിച്ച് പങ്കുവെച്ച വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ തിരുനാൾ ആഘോഷിക്കുകയാണ്. സ്നേഹത്തിന്റെ അഗ്നിയായി അത് എല്ലാവരിലും പങ്കുവെച്ച ആ വിശുദ്ധന്റെ മാധ്യസ്ഥം നമ്മൾക്ക് ലഭിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമ്മൾക്ക് ഓരോരുത്തരും ലഭിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നമ്മളെ ആവശ്യം കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാരുടെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെയും മറ്റെല്ലാ വിശുദ്ധരുടെയും മാധ്യസ്ഥം നമ്മളോട് ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തിന്റെ സാക്ഷികളായി മാറുവാനായിട്ട്, സ്നേഹത്തിൽ ജ്വലിക്കുന്നവരായി, സ്നേഹത്തിന് വേണ്ടി നമ്മളെ തന്നെ സമ്പൂർണമായി വിട്ടുകൊടുക്കുവാനായിട്ട് അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. താങ്ക് യു അച്ഛാ. താങ്ക് യു അച്ഛാ, നല്ലൊരു മെസ്സേജ് ഞങ്ങൾക്ക് നൽകിയതിനെ ഓർത്ത് കേട്ടോ. അടുത്തതായിട്ട് അനൗൺസ്മെന്റ് ജമ്മാനെ വിളിക്കാം. ജമ്മാനെ അനൗൺസിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും ദൈവസ്നേഹത്തില് ഇങ്ങനെ മുഴുകിയിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. നമുക്കിന്ന് വളരെയേറെ സ്നേഹം പല മെസ്സേജുകളിലായിട്ട് കിട്ടി. അപ്പൊ ഞാൻ കുറച്ച് അനൗൺസ്മെന്റ് ഇവിടെ പറയാനുള്ളത്, നമ്മുടെ ക്രിസോ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും, അതായത് ഒരു 80% അറ്റൻഡൻസ് കൊടുക്കുന്നവർക്ക് ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതായിരിക്കും. അപ്പൊ ഇത് ചുമ്മാ വേസ്റ്റ് ആണെന്ന് ആരും കരുതരുത്. ആ സമയം വളരെ യൂസ്ഫുൾ ആണ്. അതിനുള്ള റിവാർഡ് കിട്ടും, സർട്ടിഫിക്കറ്റ് കിട്ടും. യു വിൽ ബി ഹാപ്പി. നമ്മൾ ഒത്തിരി സന്തോഷിക്കും. അത് ഇപ്പോൾ പലരും വിചാരിക്കും, എന്തുകൊണ്ടാണ് ഞാൻ ഈ സമയം എനിക്ക് ഇതിനകത്ത് ചേർന്നിട്ട് എന്ത് പ്രയോജനം എന്നൊക്കെ ചെയ്യും. അതല്ല, നമുക്ക് സർട്ടിഫിക്കേഷൻ കിട്ടും. ഓക്കെ, ദാറ്റ്സ് വെരി ഗുഡ്. പിന്നെ നമ്മുടെ യൂസയിലുള്ള ഷൂ ക്ലാസ് ഓൾറെഡി സെക്കൻഡ് ക്ലാസ് ഇന്നാണല്ലോ. അപ്പം അതിനകത്ത് കൂടുതൽ ആളുകളെയൊക്കെ കൂട്ടിക്കൊണ്ട് അറ്റ്ലീസ്റ്റ് ഒരാളെങ്കിലും കൂട്ടിക്കൊണ്ട് വരാനായിട്ട് ശ്രമിക്കുക. ഇപ്പം നമ്മൾ ഇതിനകത്ത് കൂടിയവർക്ക് എല്ലാവർക്കും മനസ്സിലാവും ഹൗ ഇമ്പോർട്ടൻ്റ് ആവും, എത്ര നല്ലതായിട്ടാണ് നമുക്ക് ദൈവസ്നേഹത്തെക്കുറിച്ച് അങ്ങനെ വളരെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്ലാസ്സുകളിലൂടെ നടത്തുന്നതും ഒക്കെ വളരെ അനുഭവവും അറിവും തരുന്ന ക്ലാസ്സുകളാണ്. അതുകൊണ്ട് അത് തേഴ്സ്ഡേ 7:30 PM സെൻട്രൽ ടൈം. ഇനി ഇന്ത്യയിലെ ഷൂ ക്ലാസ് 6 തുടങ്ങുന്നു അല്ലേ? എല്ലാ സാറ്റർഡേയിലും തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്ക് നാട്ടിലുള്ള നമ്മുടെ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയൊക്കെ വിളിച്ച് ഈ ഇൻഫർമേഷൻ കൊടുക്കുകയും അവർക്ക് പങ്കെടുക്കാനുള്ള ഒരു അവസരം കൊടുക്കുകയും ചെയ്യുക. റിയലി ഇത് നല്ലൊരു അറിവ് തരുന്ന ക്ലാസ്സുകളാണെന്ന്
ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അതുപോലെ മറ്റുള്ളവർക്കും ആ അറിവ് കിട്ടുന്നതിൽ അങ്ങനെയാണല്ലോ മൂട്ടിന് തീ പിടിച്ചാൽ പകർന്നു പോകണ്ടേ, അപ്പൊ തീ പടർത്തണം നമുക്ക്. അതാണ് ഇന്നത്തെ ലക്ഷ്യം. പിന്നെ നമ്മുടെ ദിവസം തോറുമുള്ള നമ്മുടെ കുടുംബ പ്രാർത്ഥനയിൽ 7 മണിക്ക് നമ്മൾ തുടങ്ങും. കൊച്ചു കുഞ്ഞുങ്ങൾ പോലും ലീഡ് ചെയ്യുന്നുണ്ട്. വളരെ സന്തോഷമാണ് ഇത് കേൾക്കുമ്പോൾ. നമ്മുടെ ഹൃദയത്തിന് ആനന്ദവും ആശ്വാസവും നൽകുന്ന ആ കുഞ്ഞുങ്ങൾ പോലും ഇതിനകത്ത് പങ്കെടുക്കുന്നുണ്ടല്ലോ. എത്ര ബുദ്ധിമുട്ടിയാണ് അവരുടെ പേരൻസ് ഒക്കെ ഇതിന് പിള്ളേരെ ഒന്ന് ചേർത്ത് വെക്കുന്നെന്നുള്ളത്. വളരെ നിങ്ങളൊന്ന് ജോയിൻ ചെയ്യുക. 7 o'clock നമ്മൾ ആരാധനയോടെ അഡറേഷനോടുകൂടി ലൈവ് അഡറേഷൻ ഉണ്ട്. അതോടുകൂടി നമ്മൾ പ്രാർത്ഥനയും നമ്മൾ ഓരോ സെയിൻറ്റിൻ്റെ ഡെയിലി സെയിൻറ്റിനെ കുറിച്ച് നമുക്ക് ഒന്ന് ചെറുതായിട്ട് പറയാനും കൂടെ ശ്രമിക്കുന്നുണ്ട് കിട്ടുന്ന ടൈമിൽ. പിന്നെ നമ്മുടെ ഓരോരുത്തരും കിർസോ ക്ലാസ്സിന് ആളുകളെ കൊണ്ടുവരുന്നു. പിന്നെ നമ്മുടെ മാസം തോറുമുള്ള ഹോളി ഹോമിൻ്റെ ഒരു റോസറി നടത്തുന്നുണ്ട്. അതിനായിട്ട് ചേരാനായിട്ട് നമ്മുടെ സമയം October 6th 7 മുതൽ 9:30 7 PM to 9:30 PM. അപ്പം എല്ലാവരും കഴിയുന്നതും എല്ലാവരും അതിനകത്ത് ജോയിൻ ചെയ്യുക. നമുക്ക് പ്രാർത്ഥിക്കുക. ജപമാല മാസമാണെന്നുള്ള ഓർമ്മയുണ്ടായിരിക്കുക. അപ്പം ഒരു എക്സ്ട്രാ ഒരു മാതാവിനുള്ള കാഴ്ചയായിട്ട് നമ്മുടെ തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു മൊമെന്റ്സ് ആണ്. അപ്പം അത് ക്രിസ്ത്യാനികളായ നമുക്ക് എല്ലാവർക്കും, കത്തോലിക്കരായ എല്ലാവർക്കും ഇതിനകത്ത് കടമയുണ്ട്. അപ്പം എല്ലാവരും അതിനകത്ത് ചേർന്ന് പ്രാർത്ഥിക്കുമെന്ന് വിശ്വസിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. നല്ലൊരു വിജയമായിട്ട് തീരട്ടെ. നമുക്ക് സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതെന്ന് പറഞ്ഞാൽ അത് വലിയൊരു നന്മയാണ്. വലിയൊരു സഭ എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ കൂട്ടായ്മയല്ലേ. പിന്നെ നമുക്ക് ഈ കൊച്ചിൻ്റെ ഫാദർ ടോണി ആണല്ലോ നമുക്ക് ഈ ഫ്ലയേഴ്സ് വിസ്മയത്തിൻ്റെയൊക്കെ ട്രാൻസ്ലേഷനൊക്കെ ചെയ്യുന്ന വളരെ സമയം കണ്ടെത്തിയൊക്കെ. അപ്പം ഞാൻ പറയാം, ദൈവസ്നേഹം, ആ കുടുംബത്തിൻ്റെ സ്നേഹം തന്നെ ആ കുഞ്ഞുങ്ങളിൽ ഇത്രയും ഭക്തിപരമായിട്ട് വരാൻ കാരണം തന്നെ ആ പാരൻറ്റിങ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് പ്രത്യേകം നന്ദിയും. ഹോളി ഹോമിന് വേണ്ടി ഇങ്ങനെയൊക്കെ ഒരു ടാലന്റ് ഓരോരുത്തർ സ്ഥലത്ത് ചെയ്യുമ്പോഴത്തേക്ക് അതൊരു വലിയൊരു മുതൽക്കൂട്ടായി പ്രശോഭിക്കും. എല്ലാവർക്കും ചെയ്യുന്ന ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ഓരോരുത്തർക്കും, വെളുപ്പാങ്കാലത്ത് എഴുന്നേറ്റിരിക്കുന്ന ഷിജുവിനും കൂട്ടരും എല്ലാവർക്കും നന്ദി. ഞങ്ങളൊക്കെ ഇവിടെ നൈറ്റ് അസ്തമിക്കാറായി. എങ്കിലും വളരെ നന്ദി, നമസ്കാരം. എന്തെങ്കിലും കൂടുതൽ ആഡ് ചെയ്യാനുണ്ടോന്ന് എനിക്കറിയത്തില്ല. ചേച്ചി എന്തെങ്കിലും ഉണ്ടോ? ചേച്ചി? ഇല്ല. എല്ലാവർക്കും ഒരു നല്ല ഗുഡ് നൈറ്റ്. ടോണിക്ക് 5 മക്കളാണ്. ഇന്ന് പാടിയ കുട്ടിയാണ് മൂത്തത്. ഒത്തിരി താങ്ക്സ്. അടുത്തതായിട്ട് വോട്ട് ഓഫ് താങ്ക്സ് ജോസ് പോളിനെ ക്ഷണിക്കുന്നുണ്ട് വോട്ട് ഓഫ് താങ്ക്സ് പറയാനായിട്ട്. നമുക്ക് വേണ്ടി ഇന്ന് ഷോപ്പിന്റെ ഇന്നത്തെ രണ്ടാമത്തെ ദിവസത്തെ ക്ലാസ്സിന് പ്രൈസ് ആൻഡ് വർഷിപ്പ് നടത്തിയ ഓൾവിൻ ബ്രദർക്ക് എല്ലാ വിധത്തിലുള്ള നമ്മുടെ ഹോളി ഹോം മിനിസ്ട്രിയുടെ അതുപോലെ നമ്മുടെ എല്ലാ പാർട്ടിസിപ്പൻസിന്റെ പേരിൽ നന്ദി അറിയിക്കുകയാണ്. പിന്നെ നമ്മുടെ മോഡറേറ്ററും വെൽക്കം പറഞ്ഞ ഏലിയാമ്മ സഹോദരിക്ക് എല്ലാവരുടെ പേരിലും ഹോളി ഹോം മിനിസ്ട്രിയുടെ പേരിലും നന്ദി അറിയിക്കുന്നു. അതുപോലെ ഞാൻ ജെനിയുടെ ക്ലാസ് കുറച്ച് കേൾക്കാൻ പറ്റിയെങ്കിൽ പിന്നെ ഞാൻ സമ്മറിയിൽ കുറെ അച്ഛൻ പറഞ്ഞപ്പോൾ മനസ്സിലായി. അപ്പോൾ വളരെ നല്ല ഒരു സ്ലൈഡോട് കൂടിയിട്ടെല്ലാം ദൈവസ്നേഹത്തെക്കുറിച്ച് വളരെ എന്താ പറയുക, നമുക്ക് ആഴത്തിൽ നമ്മളെ ബോധ്യം നൽകുന്ന ഒരു ക്ലാസ് ആയിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. ജനിക്ക് എല്ലാവരുടെ പേരിലും ഹോളി ഹോം മിനിസ്ട്രിയുടെ പേരിൽ പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. പിന്നെ ജോഷി അച്ഛൻ്റെ ക്ലാസ് വളരെ ലഘുവായിരുന്നെങ്കിലും കൂടി അത് വളരെ സബ്സ്റ്റൻസ് ഉള്ളതായിരുന്നു. ഞാനിപ്പോൾ ഈ അച്ഛൻ പറയുന്നപ്പോൾ എനിക്ക് അച്ഛൻ ക്ലാസ് തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് പെട്ടെന്ന് മനസ്സിലായി, ഞാൻ ഹോളി ട്രിനിറ്റി പരീക്ഷയ്ക്ക് പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അച്ഛൻ ആ സബ്ജക്റ്റ് വന്നപ്പോൾ എനിക്ക് കൃത്യമായിട്ട് അത് മനസ്സിലാക്കാൻ പറ്റി. കാരണം കുടുംബവുമായിട്ട് ഏറ്റവും നല്ലൊരു കമ്പാരിസനാണ്. ത്രിത്വൈക ദൈവത്തെക്കുറിച്ചുള്ള ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു കോൺസെപ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് അച്ഛൻ ആ ഒരു പോയിന്റ് വളരെ വ്യക്തമായിട്ടും വളരെ സമ്യക്കായിട്ടും പറഞ്ഞു. അച്ഛന് ഈ ഹോളി ഹോം മിനിസ്ട്രിയുടെ പേരിലും അതുപോലെ എല്ലാ പാർട്ടിസിപ്പൻസിന്റെ പേരിലും പ്രത്യേകം നന്ദി പറയുകയാണ്. പിന്നെ ആൽവിൻ ഒരു മനോഹരമായ ഇംഗ്ലീഷ് പാട്ട്, അത് നമ്മുടെ എന്താ പറയുക, ഒരു ഇടയ്ക്ക് നമുക്ക് ഒരു റിലാക്സേഷനുമാണ്.
ആശയം ഒരു നല്ലൊരു അനുഭവമാണ്. അപ്പൊ ആൽവിന്റെ ബർത്ത്ഡേ ആണ്. ആൽവിന് ബർത്ത്ഡേയുടെ മംഗളങ്ങൾ നേരുന്നു. അതുപോലെ പ്രത്യേകം ഇതിന് പാട്ട് പാടാനായിട്ട് മുന്നോട്ട് വന്നതിന് പ്രത്യേകം നന്ദി പറയുന്നു ഞങ്ങളുടെ ഹോളി ഹോം മിനിസ്ട്രിയുടെ പേരിൽ, എല്ലാവരുടെ പേരിലും. പിന്നെ ഷിജുവിന്റെ ഒരു കൺക്ലൂഷൻ അത് വളരെ നന്നായിരുന്നു. വളരെ അർത്ഥപൂർണമായിട്ട് അത് അതിൽ ചില എക്സാമ്പിൾസ് ചേർത്ത്, അതുപോലെ എനിക്ക് തോന്നുന്നത് അതിൽ പറഞ്ഞതിൽ മാർപ്പാപ്പേനെ കുമ്പസാരക്കാരെന്ന് പറഞ്ഞത് എനിക്ക് സംശയമുള്ള കന്തേമൂസ് എന്ന് പറഞ്ഞ ആൾ, കന്തേസെമൂസ് കർദിനാൾ എന്നാ തോന്നുന്നു. കുമ്പസാരക്കാരനല്ല, 2000 ആണ്ടിൽ ജോൺ പോൾ പാപ്പയെ ധ്യാനിപ്പിച്ച കുമ്പസാരക്കാരനല്ല, 2000 ആണ്ടിൽ ജോൺ പോൾ പാപ്പയെ ധ്യാനിപ്പിച്ച ബിഷപ്പ് വാങ്ത്വാൻ 13 വർഷം ജയിലിലായിരുന്ന ആളാണ്. അദ്ദേഹമാണ് 2000 ഒരു ചെറിയ സംശയം തോന്നി എനിക്ക്. മറ്റേ കന്തേസ് കർദിനാളിന്റെ ഒരാള് ആ ആളാണോ എന്ന് എനിക്ക് സംശയം തോന്നി. അത് വേറെയാ. പക്ഷെ മനോഹരമാണത്. ആ ഒരു നിരീക്ഷണം, ആളുടെ നിരീക്ഷണം വളരെ മനോഹരമാണത്. അതായത് എല്ലാ ലോകത്തിന്റെ നിയമങ്ങള് അല്ല കർത്താവ് നോക്കണത്. കർത്താവിന്റെ നിയമം തന്നെ അത് വേറൊരു നിയമമാണ്. അതിന്റെ ഒരു അർത്ഥസമ്പുഷ്ടി വളരെ എന്താ പറയാ മനോഹരമാണ്. അത് നമ്മുടെ കാൽക്കുലേഷൻ അതിന് മാച്ച് ചെയ്യില്ല. അപ്പൊ അതിന് അവതരിപ്പിച്ച ആ രീതിയിൽ വളരെ അത് നന്നായിരുന്നു. അതുപോലെ തന്നെ മറ്റേ യേശുവിന്റെ കണ്ണിലൂടെ പുസ്തകം ശരിക്കും പറഞ്ഞാൽ എല്ലാവരും വായിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. എല്ലാവരും ഓരോ പ്രതി വായിക്കണം. കാരണം ക്രിസ്തു എങ്ങനെ ഈ ലോകത്ത് ജീവിച്ചു എന്നുള്ളത് നമുക്ക് അധികം പിക്ചർ കിട്ടിയിട്ടില്ല. അത് നമ്മള് ക്രിസ്തുവിന്റെ പല പഠനങ്ങളും, പക്ഷെ ക്രിസ്തുവിന്റെ ഒരു മനുഷ്യനായിട്ട് എങ്ങനെ അവൻ ഇടപഴകി, മനുഷ്യരുമായിട്ട് എങ്ങനെ ഇടപഴകി, അത് അതിൽ വ്യക്തമായിട്ട് 3 വോളീസിൽ കാണിക്കുന്നുണ്ട്. അത് വളരെ മനോഹരമാണ്. അപ്പൊ അത് ഷിജു പെട്ടെന്ന് എടുത്ത് വായിച്ചു തുടങ്ങി. അത് നന്നായിരിക്കുന്നു. അപ്പോൾ പ്രത്യേകമായിട്ട് ഹോളി ഹോം മിനിസ്ട്രിയുടെ പേരിലും എല്ലാവരുടെ പേരിലും പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. അതുപോലെ അബ്രാഹച്ചന്റെ ഒരു സന്ദേശം എന്ന് പറയുന്നത് അതിലെല്ലാം പെടുത്ത ആള്. ഇപ്പൊ എനിക്ക് തോന്നുന്നു അവസാനം അച്ഛന്റെ ക്ലാസ് കേട്ടാൽ തന്നെ നമുക്കൊരു ഐഡിയ കിട്ടും എങ്ങനെ പോയെന്നുള്ളത്. അപ്പോൾ അച്ഛനത് വളരെ പോയിന്റ്സ് നോട്ട് ചെയ്തിട്ടാണ് ആള് അത് ചെയ്യുന്നത്. അപ്പൊ ഞാൻ അച്ഛന് പ്രത്യേകമായിട്ട് അച്ഛന്റെ സാന്നിധ്യം അത് വളരെ പ്രചോദനം നൽകുന്നതാണ്. സന്തോഷമുണ്ട്. അച്ഛൻ ഒരു ക്ലാസ് മുടങ്ങരുത്, അച്ഛൻ മുടങ്ങരുത് ക്ലാസ്സിൽ. അപ്പൊ അതുകൊണ്ട് അത് ഗുണം ചെയ്യും, അതെല്ലാവരും ഗുണം ചെയ്യും. അപ്പൊ അച്ഛന് കാരണം അച്ഛൻ അതിന് മൊത്തം സംഗതി തരും, കാമ്പ് തരും അച്ഛൻ, കാമ്പ്. അപ്പൊ ആ കാമ്പ് കിട്ടും. അപ്പൊ അച്ഛന് പ്രത്യേകം ഹോളി ഹോം മിനിസ്ട്രിയുടെ പേരിൽ എല്ലാവരുടെ പേരിലും പ്രത്യേകം ഞാൻ നന്ദി അറിയിക്കുകയാണ്. പിന്നെ ജമ്മ സഹോദരിയുടെ അറിയിപ്പുകൾ എല്ലാ മേഖലകളും ആള് പങ്കിട്ടിട്ടുണ്ട്, എല്ലാം മേൽ ടച്ച് ചെയ്തിട്ടുണ്ട് ആള്. നമ്മളെ എല്ലാവരെയും എന്താ പറയാ ഇതിനോട് ചേർത്ത് ഇണക്കാനായിട്ട്, എങ്ങനെ ഇത് വിജയകരമാക്കാനായിട്ട് അതിനുള്ള ഒരു രീതിയിലാണ് ആള് അറിയിപ്പുകളൊക്കെ പറഞ്ഞത്. ജമ്മ സഹോദരിക്ക് പ്രത്യേകം നന്ദി പറയണു. പിന്നെ നമ്മുടെ പാർട്ടിസിപ്പൻസ്, അവരാണ് നമ്മുടെ നട്ടെല്ല്. ഇപ്പൊ നട്ടെല്ല് വീക്കാവാൻ പാടില്ല. നട്ടെല്ല് വീക്കായി കഴിഞ്ഞാൽ പ്രശ്നമാകും. അപ്പൊ നട്ടെല്ല് അങ്ങനെ നിൽക്കണ്ട് സ്ട്രോങ് ആയിട്ട്. അപ്പൊ എല്ലാവരും അതിന് നമ്മുടെ അതുപോലെ അച്ഛനെയും നമ്മൾ പാർട്ടിസിപ്പൻ്റ് ആയിട്ട് കൂട്ടാൻ വേണം. അപ്പൊ അച്ഛനുള്ളത് നല്ലൊരു നമുക്കൊരു പ്രചോദനമാണ്. സിസ്റ്റർ ജിജി അല്ലേ, സിസ്റ്റർ ജിജി ഇന്നിപ്പോ ആൾക്ക് പറയാൻ പറ്റിയില്ലെങ്കിലും കൂടി ആളുണ്ടായിരുന്നോ കയറിയിട്ടില്ലായിരുന്നു. അപ്പൊ എല്ലാവർക്കും, അതുപോലെ ഇതിൽ പങ്കെടുക്കുന്ന ആത്മാർത്ഥമായിട്ട് പങ്കെടുക്കുന്ന എല്ലാവർക്കും, ഈ സമവൈകിയ വേളയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഹോളി ഹോം മിനിസ്ട്രിയുടെ പേരിൽ നന്ദി അറിയിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഒരു നല്ല ഒരാഴ്ച, ദൈവസ്നേഹത്തിന്റെ ഒരാഴ്ച, വരുന്ന ഒരാഴ്ച ദൈവസ്നേഹത്തിന്റെ ഒരാഴ്ചയായിട്ട് അനുഭവത്തിലേക്ക് നമുക്ക് വരാനായിട്ട്, കൂടുതൽ ആഴത്തിൽ അനുഭവപ്പെടാനായിട്ട് ദൈവം ഇടയാക്കട്ടെ. ഓൾ ദ ബെസ്റ്റ്. പ്രൈസ് ദ ലോർഡ്. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കഴിഞ്ഞ ആഴ്ച എല്ലാവരും ദൈവരാജ്യത്തെ കുറിച്ച് നിങ്ങളുടെ വോയിസ് ഒക്കെ ഇട്ടത് വളരെ നന്നായിരുന്നു. ഈ ആഴ്ചയിൽ സജീവമായിട്ട് ദൈവസ്നേഹത്തെ കുറിച്ച് ഓരോ ദിവസവും നമുക്കത് ചെയ്യാം. അതിന് പ്രത്യേകിച്ച് അഭിനന്ദനങ്ങൾ പറയുന്നത് ഞാൻ ഓർത്താണ് ഇടയ്ക്ക്, മറന്നുപോയി. മോളിയമ്മയ്ക്ക് ദൈവസ്നേഹത്തെ പറ്റി ഒരു പാട്ട് പാടാനായിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. മോളിയമ്മ മോളിയമ്മ ചേച്ചി പാടിക്കും. അവസാനം ഉറങ്ങാൻ നേരത്തെ ഒരു താരാട്ട് പാട്ട് നല്ലതാ, പാട്. അത് കാരണം ആ സ്നേഹത്തിൽ അല്ലെ പാട്ട് പാടിന്റെ സ്നേഹം. എന്നെ കൈ പിടിച്ചു നടത്തുന്ന സ്നേഹം, എന്നെ കൈകളിൽ താങ്ങിടുന്ന സ്നേഹം,
എന്നെ തോളിലേറ്റു താരാട്ടു പാടും. മെല്ലെ ചാഞ്ചക്ക മാട്ടുന്ന സ്നേഹം, ആ സ്നേഹം, ആ സ്നേഹം, ആ ദിവ്യ സ്നേഹമാണ് ദൈവം. എന്റെ കഷ്ടതകൾ നീക്കിടുന്ന സ്നേഹം, എന്റെ ദുഃഖങ്ങൾ ഏറ്റുവാങ്ങും സ്നേഹം, എന്റെ കഷ്ടതകൾ നീക്കിടുന്ന സ്നേഹം, എന്റെ ദുഃഖങ്ങൾ ഏറ്റുവാങ്ങും സ്നേഹം, എന്റെ മുറിവുകളിൽ ആശ്വാസമേകി എന്റെ മിഴിനീരു മായ്ക്കുന്ന സ്നേഹം, ആ സ്നേഹം, ആ സ്നേഹം, ആ ദിവ്യ സ്നേഹമാണു ദൈവം. എന്റെ പാപങ്ങൾ നീക്കിടുന്ന സ്നേഹം, എന്റെ ഭാരങ്ങൾ താങ്ങിടുന്ന സ്നേഹം, എന്റെ പാപങ്ങൾ നീക്കിടുന്ന സ്നേഹം, എന്റെ ഭാരങ്ങൾ താങ്ങിടുന്ന സ്നേഹം, എന്റെ ആത്മാവിലാമോദമേകി എന്നെ മാറോടു ചേർക്കുന്ന സ്നേഹം, ആ സ്നേഹം, ആ സ്നേഹം, ആ ദിവ്യ സ്നേഹമാണു ദൈവം. ആ ദിവ്യ സ്നേഹമാണു ദൈവം. Thank you. വെരി ഗുഡ്, സന്ധ്യയ്ക്ക് വെരി ബായ്. നൈസ്, വളരെ ബ്യൂട്ടിഫുൾ. നല്ലൊരു പാട്ടുപാടി ഞങ്ങളെ താരാട്ട് പാട്ടി ഉറക്കിയ പോലെയായി ആ സ്നേഹത്തിൽ